IDM സ്വീപ്പ് ആണെന്നുണ്ടെങ്കിൽ ബോസ് വരെ എന്ന് പറഞ്ഞു. ഇത് ടാപ്പ് ആണെങ്കിൽ ബോസ് വരെ, അതായത് ഈ പറഞ്ഞതുപോലെ തന്നെ നെക്സ്റ്റ് അല്ലെങ്കിൽ പിന്നെ ഇതിൽ നിന്ന് ട്രേഡ് പ്ലാൻ ചെയ്യരുത്. ഇതിൻ്റെ താഴെ ക്ലോസ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ട്രേഡ് പ്ലാൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ട്രാപ്പ് ആവും. ഇത് ലിക്വിഡിറ്റി എടുക്കുകയേ ചെയ്യുള്ളൂ. ഹലോ മൈ ഡിയർ സിഗ്നേച്ചേഴ്സ്, ദ നെക്സ്റ്റ് ഗോൾഡ് മൈനിങ് ലെജൻഡ്സ് ആരോ അങ്ങനെ എന്തോ പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു ഒരു വോയിസ് റെക്കോർഡ് കേട്ട കൂട്ടത്തിൽ. അപ്പോൾ ഞാൻ നിലവിൽ പറഞ്ഞു നിർത്തിയ എല്ലാ കാര്യങ്ങളും, അതായത് പുൾ ബാക്ക് ആയിക്കോട്ടെ, അവിടെ നിന്ന് IDM സംഭവിക്കുന്നതായിക്കോട്ടെ, അതുപോലെ തന്നെ IDM സംഭവിക്കുമ്പോൾ ഒരു വാലിഡ് ഹൈയും ലോയും നമ്മൾ മാർക്ക് ചെയ്യുന്നതാവട്ടെ, അതുപോലെ ബോസ് മാർക്ക് ചെയ്യുന്നതായിക്കോട്ടെ, അപ്പോൾ വാലിഡ് ഹൈനെ നമ്മൾ ക്രോസ് ചെയ്യുമ്പോൾ ബോസ് മാർക്ക് ചെയ്യുന്നതായിക്കോട്ടെ, അതുപോലെ തന്നെ ചോക്ക് മാർക്ക് ചെയ്യുന്നതായിക്കോട്ടെ, ഞാൻ ഗ്രൂപ്പിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട്. പാഷനേറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ കൂടെ കൂടിയിട്ടേ കാര്യമുള്ളൂ. ബാക്കിയുള്ളവർക്കപ്പോൾ എത്ര കണ്ടിട്ട് വർക്ക് ചെയ്യും എന്നുള്ളത് എനിക്കറിയില്ല. സോ നമ്മളെ ഗ്രൂപ്പിൽ എന്തായാലും കുറേ ആൾക്കാർ വളരെ നന്നായിട്ട് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. എന്തായാലും നിങ്ങൾ സമയമെടുത്ത് നിങ്ങൾ എന്ത് ചെയ്യുക അതൊക്കെ എനിക്ക് മാർക്ക് ചെയ്ത് തന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ നെക്സ്റ്റ് സ്റ്റേജിലേക്ക് നിങ്ങളെല്ലാവരും നെക്സ്റ്റ് സ്റ്റേജിൽ, അതായത് ആരൊക്കെ തരുന്നോ അവരെ ഞാൻ നെക്സ്റ്റ് ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യും. അവിടെ നിന്ന് അങ്ങോട്ടാണ് അഡ്വാൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ അവർക്ക്, അതായത് ഇതിൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുക. ഈ ഒരു കാര്യങ്ങൾ പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് നല്ല റിസ്ക് റിവാർഡിൽ ട്രേഡ് കിട്ടും, ഒരു സംശയവുമില്ല. ഓക്കെ, സോ ദിസ് ഈസ് ഫോർ മൈ ഡിയർ സിഗ്നേച്ചേഴ്സ്. ഞാൻ ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യാണ്. ഓൾറെഡി നമ്മളിവിടെ പറഞ്ഞു നിർത്തിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്, പഴയ വീഡിയോ കണ്ടാൽ മനസ്സിലാവും. പക്ഷേ കുറച്ച് ആൾക്കാർ പറഞ്ഞു പുൾ ബാക്ക് ഒക്കെ അവർക്ക് ഇതിൽ ഡയഗ്രാമായിട്ട് വരച്ച് കാണിച്ചു തരുന്നുണ്ട്. ഓക്കെ, ഒരു കുഴപ്പമില്ല, നമുക്ക് വരയാം, എന്താ പറയുന്നതിന്. സോ പുൾ ബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുക അല്ലെങ്കിൽ ഇറങ്ങിക്കൊണ്ടിരിക്കുക എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഇവിടെ നിന്ന് ഇത് വന്ന് ഈ ഒരു, അതായത് മാർക്കറ്റ് ഉണ്ടാക്കിയ ഒരു ലോ ഹൈയിലേക്ക് പോവുകയാണെങ്കിൽ മാർക്കറ്റ് ഉണ്ടാക്കിയ ഒരു ലോ മാർക്കറ്റ് വീണ്ടും ഗ്രാബ് ചെയ്യുക. സോ അതൊരു വാലിഡ് ആയിട്ടുള്ള പോയിൻ്റ് ആയിരിക്കണമെന്ന് നമ്മൾ പറഞ്ഞത്. അതായത് അത് എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്യാൻഡിൽ, ആ ക്യാൻഡിൽ ഒരു ഹൈയും ലോയും ഉണ്ടാക്കി. ഓക്കെ, ക്ലിയർ. ആ ലോയും ഹൈയും ഉണ്ടാക്കിയതിൻ്റെ ഉള്ളിൽ വേറെ കുറച്ച് ക്യാൻഡിൽസ് വരികയാണ്. സോ അവർ പുതുതായിട്ടൊന്നും ക്രിയേറ്റ് ചെയ്യുന്നില്ല, പുതുതായിട്ട് അവരൊരു ചരിത്രവും കുറിക്കുന്നില്ല. ഓക്കെ, അപ്പം നമ്മളെങ്ങനെ അവരുടെ ഒരു വാലിഡ് ആയിട്ടുള്ള ഹൈയും ലോയും മാർക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒരു ഹൈയും ലോയും ഉണ്ടാക്കി നിൽക്കുന്ന ക്യാൻഡിലാണ് ആ ക്യാൻഡിലാണ് മദർ ക്യാൻഡിൽ. ഓക്കെ, അതൊരു വാലിഡ് ക്യാൻഡിലാണ്. ആ ക്യാൻഡിലിൻ്റെ ഹൈ ഒരു ക്യാൻഡിൽ എടുത്തു. സോ ആ ക്യാൻഡിൽ എന്ത് ചെയ്തു, ഒരു ഹൈ മാർക്കറ്റിൽ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, അതായത് ഇതൊരു ക്യാൻഡിലായി, അതുപോലെ വാലിഡ് ആയിട്ടുള്ള ക്യാൻഡിലായി. പിന്നെ വീണ്ടും മാർക്കറ്റ് തിരിച്ചിറങ്ങിയിട്ട് ഈ മദർ ക്യാൻഡിലിൻ്റെ ഉള്ളിൽ തന്നെ വേറെ ക്യാൻഡിൽസ് ക്രിയേറ്റ് ചെയ്താലും കുഴപ്പമില്ല. അങ്ങനെ പറയുമ്പോൾ ഒരു ഡൗട്ട് വരുന്നതിന് നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ ഡയഗ്രത്തിൽ പറഞ്ഞു പോവാം. ഇതുപോലെ മാർക്കറ്റ് എന്ത് ചെയ്തു, ഒരു ലോ ക്രിയേറ്റ് ചെയ്യുകയാണ്. മാർക്കറ്റ് ഇതൊരു ക്യാൻഡിലായിട്ടാണ് നമ്മൾ സങ്കല്പിക്കുന്നത്. സോ ക്യാൻഡിലായിട്ട് സങ്കല്പിക്കുമ്പോൾ ഓൾറെഡി ഇവിടെ ഒരു ക്യാൻഡിൽ ഒരു ലോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ലോനെ വീണ്ടും വന്ന് മാർക്കറ്റ് എടുക്കുമ്പോഴാണ് ഒരു പുൾ ബാക്ക് ആവുന്നത്. പുൾ ബാക്ക് ആകുമ്പോൾ ഈ മാർക്കറ്റ് ഇവിടെ നിന്ന് പുൾ ബാക്ക് എന്നാണ് പറയുന്നത്. പുൾ ചെയ്തു, അതുപോലെ ബാക്ക് ചെയ്യണം. ഓക്കെ, അപ്പോഴാണ് അതൊരു വാലിഡ് പുൾ ബാക്ക് ആവുക. ഓക്കെ, ഇനി നമ്മൾ ക്യാൻഡിൽ വരയുകയാണെങ്കിൽ എങ്ങനെ ഉണ്ടാവുക? ഒരു ക്യാൻഡിൽ വരഞ്ഞു നോക്കി നോക്കാം. ഈ ക്യാൻഡിൽ വരയുമ്പോൾ ഇവിടെ നമ്മൾ വരയാണ്, ഇതുപോലെ ഒരു ക്യാൻഡിൽ വരഞ്ഞു. ഇതൊരു ബുള്ളിഷ് ക്യാൻഡിലാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്യാൻഡിൽ, ഇതൊരു പുൾ ബാക്ക് ആവേണ്ടത് എപ്പോഴാണ്? ആ പുൾ ബാക്കിൻ്റെ നിങ്ങൾ ഇത് കണ്ടിട്ടുണ്ടാവും, നമ്മളുടെ ഗ്രൂപ്പിൽ നമ്മൾ ഷെയർ ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ മുമ്പുള്ള വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുള്ള പുൾ ബാക്കിൻ്റെ ആ PDF. ആ PDF എല്ലാം കൃത്യമായി മാർക്ക് ചെയ്യുന്നുണ്ട്. ആ PDF നമ്മളിവിടെ കുറച്ചും കൂടി ഇൻഡെപ്തായിട്ട് ഓരോന്നും എടുത്തിട്ട് മാർക്ക് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, വിട്ടില്ല, ഞാൻ നിങ്ങളെ പഠിപ്പിക്കാണ്ട് വിട്ടില്ല. അപ്പോൾ ജസ്റ്റ് നോക്കി നോക്കുക. ഇതാണ് ഏറ്റവും ബേസിക്, SMCയുടെ ഏറ്റവും ബേസിക് ഇതാണ്. ലിക്വിഡിറ്റി ഉണ്ടാക്കുകയാണ് മാർക്കറ്റ്. അപ്പോൾ ആ ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ, നമ്മളത് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളൊരിക്കലും ലിക്വിഡിറ്റി ആവില്ല. ഗോട്ട് ദ പോയിന്റ്. സോ SMC പഠിക്കുന്നതിൻ്റെ മെയിൻ കാരണം തന്നെ ഇതാണ്, മാർക്കറ്റിൻ്റെ ലോജിക്കാണ് നമ്മൾ പഠിക്കുന്നത്, എങ്ങനെയാണ് മാർക്കറ്റ് വർക്ക് ആവുന്നത് എന്നുള്ളത്. ഇതൊരു മദർ ക്യാൻഡിൽ ആയിക്കോട്ടെ, ഇതിൻ്റെ സെൻട്രലുള്ള ലൈൻ ഞാനൊന്ന് റിമൂവ് ചെയ്യുന്നുണ്ട്. മോസ്റ്റ്ലി നമ്മളിത് മാർക്ക് ചെയ്യാനാണല്ലോ ഉപയോഗിക്കുക. അപ്പോൾ എനിവേ ഇത് റിമൂവ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ഒരു ക്യാൻഡിൽ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇതിന് സെൻട്രൽ ലൈൻ വരുമോ? ഇല്ല, വന്നില്ല. സോ ഓക്കെ, ഇവിടെ അടുത്തൊരു ക്യാൻഡിൽ ഉണ്ടായി, രണ്ടാമത്തെ ക്യാൻഡിൽ ഉണ്ടായി. സോ ഒന്ന് നോക്കി നോക്കൂ, ഈ ക്യാൻഡിലിന് ഒരു ഹൈ ഉണ്ട്, വാലിഡ് ഹൈ ഉണ്ട്, വാലിഡ് ലോ ഉണ്ട്. ഈ ക്യാൻഡിലും വാലിഡ് ഹൈ ഉണ്ട്, ലോ ഉണ്ട്. ഇനി നെക്സ്റ്റ് ഒരു ക്യാൻഡിൽ ഉണ്ടാവുകയാണ്.
ആ ക്യാൻഡിൽ എന്ത് ചെയ്തു? ഈ ക്യാൻഡിലിൻ്റെ ലോ പോയി എടുത്തു. ഓക്കെ, ഇതിൻ്റെ ലോ പോയി എടുത്തു. അപ്പോൾ എന്തായി? പുതുതായിട്ട് കുറച്ച് ഹൈകൾ ഉണ്ടായി, പുതുതായിട്ട് കുറച്ച് ലോ ഉണ്ടായല്ലോ അല്ലേ? അപ്പോൾ മുകളിലേക്ക് പോകുന്ന സമയത്ത് മാർക്കറ്റ് എന്ത് ചെയ്തു? ഒരു ഹൈ ഉണ്ടാക്കിയതിന് ശേഷം താഴേക്ക് ഒരു ക്യാൻഡിൽ, എല്ലാ ക്യാൻഡിലും ഹൈയും ലോയും ഉണ്ടാക്കുന്നുണ്ട്. ഈ ക്യാൻഡിലിൻ്റെ ലോ ഈ ക്യാൻഡിലെടുത്തു. ശേഷം എന്തുണ്ടായി? ഈ ക്യാൻഡിൽ ഇങ്ങനെ പോയി. ഇനിയിപ്പോൾ വേറെ ഒരു ക്യാൻഡിൽ നമുക്ക് വേണമെങ്കിൽ വരയ്ക്കാം. എനിവേ ഞാനിത് ഇങ്ങനെ മാർക്ക് ചെയ്യാണ്. ഈ ക്യാൻഡിലിൻ്റെ ലോ ഈ ക്യാൻഡിലെടുത്തു, ഇതിങ്ങനെ ക്ലോസ് ആയി. ഓക്കെ, ഇതപ്പോൾ എന്തായിരിക്കും മിക്കവാറും കളർ? ഇവിടെ തുടങ്ങി ഇവിടെ അവസാനിച്ചത് കൊണ്ട് ഇനിയല്ല, ഇതിങ്ങനെ ആക്കുക. മാർക്കറ്റ് എപ്പോഴും നമ്മൾ മാർക്ക് ചെയ്യുമ്പോൾ ഇവിടെ നിന്നാണ് ഇനി ഒരു ക്യാൻഡിൽ സ്റ്റാർട്ട് ചെയ്യാൻ ചാൻസ് ഉള്ളത്. സോ അത് ഇനി ഇതിൻ്റെ മേലെ പോയി ക്ലോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഗ്രീൻ ആയിരിക്കും, നമുക്ക് താഴെ തന്നെ ക്ലോസ് ചെയ്യാം. മാർക്കറ്റ് കാണുമ്പോൾ ഇങ്ങനെയാണ് ഉണ്ടാവുക. അപ്പോൾ നമ്മളിതിൻ്റെ കളർ എന്താ കൊടുക്കേണ്ടത്? റെഡ് കളർ. ഓക്കെ, സോ ഒരു രണ്ട് ഗ്രീൻ ക്യാൻഡിൽ ഉണ്ടായി, ഒരു റെഡ് ക്യാൻഡിൽ അതിൻ്റെ ലോ എടുത്തു. ഏത് ലോയാണ് എടുത്തിരിക്കുന്നത് അതും നമുക്ക് മാർക്ക് ചെയ്യാം. ഇനി എങ്ങാനും പുൾ ബാക്കിലൊക്കെ വല്ല ഡൗട്ടൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ തീരുമാനമാക്കി തരാം നിങ്ങളെ ഞാൻ. ഓക്കെ, ഇതാണ് ലോ. അതിന് ഞാൻ വേറെ കളർ തന്നെ കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അതിൻ്റെ പേരിൽ നിങ്ങൾക്കൊരു സംശയം വേണ്ട. ഇനി വിക്കിന് കളർ മാറി എന്നുള്ള പ്രശ്നം വേണ്ട, അതും ഞാൻ റെഡ് ആക്കുന്നുണ്ട്. ഓക്കെ, സോ ഈ ഒരു ലോ മാർക്കറ്റ് എടുത്തു, കുറച്ച് മേലെ കയറി ക്ലോസ് ആയി. അടുത്തൊരു ക്യാൻഡിൽ ഉണ്ടാവുകയാണ്. അടുത്തൊരു ക്യാൻഡിൽ എങ്ങനെ ഉണ്ടാവുന്നത്? നെക്സ്റ്റ് ക്യാൻഡിൽ ഇതേപോലെ തന്നെ, ഇത് ഇനി റെഡ് ആയിരിക്കില്ല, ഇത് ഗ്രീൻ ആയിരിക്കും. കാരണം ഇവിടെ നിന്ന് സ്റ്റാർട്ട് ആവുകയാണ് ക്യാൻഡിൽ, അടുത്ത ക്യാൻഡിൽ. ഓക്കെ, ഈ ക്യാൻഡിൽ നേരെ പോയി ഇതിൻ്റെ ഹൈയിൽ ക്ലോസ് ആയി. ഈ ഹൈയിൽ ക്ലോസ് ആവുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഹൈ താഴെ ആണെങ്കിൽ ഇതിൻ്റെ മുകളിൽ ക്ലോസ് ആയിട്ട് കാര്യമല്ല, ഇവിടെ തന്നെ ഇതിൻ്റെ മുകളിൽ ക്ലോസ് ആവണം. കാരണം എന്താ? നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. മാർക്കറ്റ് ഈ പറഞ്ഞതുപോലെ മേലെ പോയി താഴത്തേക്ക് വന്നു. ഇനി മാർക്കറ്റ് താഴത്തേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇത് പുൾ ബാക്ക് ആയിട്ട് എടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ പുതുതായിട്ടൊരു ഹൈ ഉണ്ടാക്കണം മാർക്കറ്റ്. സോ മാർക്കറ്റ് വേറൊരു ചരിത്രം കുറിക്കുകയാണ്. ഇങ്ങനെയാണ് ഈ മാർക്കറ്റ് ഇവിടെ ക്ലോസ് ആവണത്. അപ്പോൾ എന്തായിരിക്കും ഇതിൻ്റെ കളറ്? ഉറപ്പായിട്ടും ഗ്രീൻ ആയിട്ടുണ്ടാവും. അതിലൊരു സംശയം ആർക്കും ഇല്ല. ആർക്കെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ ആ സംശയമൊക്കെ തീർത്തിട്ട് വരിക. ഓക്കെ, ഇത് ഗ്രീൻ ആയിട്ടുണ്ടാവും. അപ്പോൾ ഇതൊരു വാലിഡ് ആയിട്ടുള്ള പുൾ ബാക്കായി. ഈ പുൾ ബാക്ക് ആവുമ്പോൾ ഇവിടെയാണ് പുൾ ബാക്കിൻ്റെ ലോ. ഓക്കെ, ഈ പുൾ ബാക്കിൻ്റെ ലോ അവിടെയാണ് ലിക്വിഡിറ്റി ഉണ്ടാവുക. കാരണം എന്താ? ഈ ലോയിലുണ്ടായിരുന്ന ലിക്വിഡിറ്റി മാർക്കറ്റ് ഓൾറെഡി ഗ്രാബ് ചെയ്തു. ഈ ലോ എടുത്തിട്ടില്ല, ഇതിൻ്റെ ലോ ഇത് എടുത്തിട്ടില്ല. സോ ഇവിടെ ഒരു ലിക്വിഡിറ്റി ഉണ്ടാവും, ഇവിടെ വേറെ ലിക്വിഡിറ്റി ഉണ്ടാവും. ഓക്കെ, നമ്മളിപ്പോൾ പുൾ ബാക്കിൻ്റെ ലിക്വിഡിനെ കുറിച്ച് സംസാരിക്കണം. ഇവിടെ ഒരു ലിക്വിഡിറ്റി ഉണ്ടാവും. ഇത് ക്ലിയർ ആയോ? ഇതാണ് നോർമലായിട്ട് മാർക്കറ്റിൽ ഉണ്ടാവുന്ന പുൾ ബാക്ക്. ഇനി ഇതിലുണ്ടാവുന്ന ചേഞ്ചസുകൾ, അതിനെക്കുറിച്ച് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒരു മാർക്കറ്റ് ഈ ഒരു ക്യാൻഡിലിൻ്റെ ഹൈയും ലോയും ഈ ക്യാൻഡിലെടുത്തു. സോ ഒബിയസ്ലി ഈ ക്യാൻഡിലിൻ്റെ ലോ ഇതെടുത്തു, ഹൈ എടുത്തിട്ടുണ്ട്. അങ്ങനെ എടുത്തിട്ട് മറ്റൊരു ക്യാൻഡിൽ ഈ ക്യാൻഡിലിൻ്റെ മേലെ പോയി ക്ലോസ് ആയി. അപ്പോൾ എന്തായി? ഇതൊരു വാലിഡ് പുൾ ബാക്കിൻ്റെ പോയിൻ്റായി മാറി. ഈ ഒരൊറ്റ ക്യാൻഡിലും കൊണ്ട് തന്നെ വേറൊരു ക്യാൻഡിലും ഇതിൻ്റെ പിന്നെ വേറൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. നമ്മളിതിൻ്റെ ലോജിക്കിലേക്കാണ് നോക്കുന്നത്, ഇവിടെ എന്താണ് സംഭവിക്കുന്നത് എന്ന് നോക്കുകയാണ്. അതുപോലെ ഈ രണ്ട് ക്യാൻഡിലും സെയിം ഹൈ ആണ്. ഓക്കെ, ഈ രണ്ട് ക്യാൻഡിലും സെയിം ഹൈ ആണ്. വേറൊരു ക്യാൻഡിൽ ഇതിൻ്റെ മേലെ പോയി ക്ലോസ് തന്നാൽ എന്തായി? പുൾ ബാക്കായി. കാരണം ഇവർ രണ്ടും ഒരേ ക്യാൻഡിൽ പോലെയാണെങ്കിൽ ഇവർ പുതുതായിട്ടുള്ള ഒരു ലോ ക്രിയേറ്റ് ചെയ്ത പോലെ ആയി. കാരണം ഇവരുടെ ഹൈ സെയിം ആണ്, ഈക്വലാണ്, ഉള്ളിലല്ല, ഈക്വലാണ്. സോ നമ്മൾ മനസ്സിലാക്കുക, ഈക്വൽ ആയിട്ടുള്ളത് വരുമ്പോൾ ഒരു കൺഫ്യൂഷൻ്റെ ആവശ്യമില്ല. ഇനി നെക്സ്റ്റ്, ഈ ഒരു ക്യാൻഡിൽ ഇതിനേക്കാൾ ബിഗാണ് എന്ന് വിചാരിക്കുക, പക്ഷേ ഇവിടെ ഈക്വലാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഉള്ളിലല്ല, ഇതിന് സെയിം ഹൈ ഉണ്ട്. ഉള്ളിൽ ഒരു പോയിൻ്റ് കുറവാണെങ്കിൽ ഉള്ളിലാണെന്ന് പറയാം.
സെയിം ഹൈ ആണ്. അപ്പോൾ ഈ ക്യാൻഡിൽ വന്നിട്ട് ഇതിൻ്റെ ലോ എടുത്തു. ഏതിൻ്റെ? ഈ ക്യാൻഡിലിൻ്റെ എടുത്തിട്ടില്ല, ഈ ക്യാൻഡിലിൻ്റെ ലോ എടുത്തു. എന്നിട്ട് മേലെ പോയി ക്ലോസ് ആയി. മതി, ഫുൾ ബാക്കായി. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ആ PDF വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഇത് കിട്ടുന്നുണ്ടാവും. നമ്മളിവിടെ ഇനി പുൾ ബാക്കുകൾ മാർക്ക് ചെയ്യാൻ പോവുകയാണ്. ഫസ്റ്റ് ഉണ്ടായ ഈ ഒരു പുൾ ബാക്ക് നമ്മളിവിടെ പറഞ്ഞു. ഓക്കെ, 2 മാർക്കറ്റ് മുകളിലേക്ക് പോവുകയാണ്. ഒരു ക്യാൻഡിൽ ലോ എടുത്തു, മേലെ ഹൈ ഉണ്ടാക്കി. ഓക്കെ, വേറെ ഒന്ന് ഈ പറഞ്ഞതുപോലെ തന്നെ മാർക്കറ്റ് ഒരു ക്യാൻഡിലിൻ്റെ ലോയും ഹൈയും എടുത്തു. സോ അത് പുതുതായിട്ട് ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, അതായത് ഈ ക്യാൻഡിലിനേക്കാൾ പുതുതായിട്ടൊരു ലോയും ഹൈയും ക്രിയേറ്റ് ചെയ്തു. അതൊരു പുൾ ബാക്കാണ്. മൂന്നാമത്തതായിട്ട് മാർക്കറ്റ് മുകളിലേക്ക് പോവുകയാണ്. അത് ഒരു ഇൻസൈഡ് ബാറിലൂടെ, അതായത് ഇപ്പോൾ ഇവിടെ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഓക്കെ, ഇവിടെ നമ്മൾ കളറിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ല. ഇവിടെ ലോജിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക. ഓക്കെ, സോ ഇതൊരു ക്യാൻഡിലാണ്, ഒരു ഹൈയും ലോയും ഉണ്ടാക്കിയ ക്യാൻഡിലാണ്. ഇതിൻ്റെ ഉള്ളിലാണ് നെക്സ്റ്റ് ക്യാൻഡിൽ ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, ഇത് 3rd സിനാരിയോ ആണ് പറയുന്നത്. ഇവിടെ ഇതുപോലെ ക്യാൻഡിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഓക്കെ, അതിന് ശേഷം മാർക്കറ്റ് എന്താ ചെയ്തിരിക്കുന്നത്? ഇതിൻ്റെ ഈ ഒരു ക്യാൻഡിലിൻ്റെ ലോ ഇത് പുതുതായിട്ട് എടുത്തു. അടുത്ത ക്യാൻഡിൽ മേലെ കയറി ക്ലോസ് വന്നു. ഓക്കെ, ഇതൊരു പുൾ ബാക്കാണ്. ഈ ഒരു പോയിൻ്റ്, ഏത് പുൾ ബാക്കിൻ്റെ പോയിൻറ്റും മാർക്കറ്റ് വീണ്ടും വന്ന് ഗ്രാബ് ചെയ്യുമ്പോൾ, അതായത് പുൾ ബാക്ക് എന്ന് പറയുമ്പോൾ ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്തു, അത് മാർക്കറ്റ് വന്ന് വീണ്ടും ഗ്രാബ് ചെയ്യുമ്പോഴാണ് IDM സംഭവിക്കുന്നത്. പക്ഷേ നമ്മൾ IDMന് വേണ്ടി കൺസിഡർ ചെയ്യുന്നത് റീസെൻ്റ് ആയിട്ടുള്ള പുൾ ബാക്കാണ്. പുൾ ബാക്സുകൾ ഉണ്ടാക്കിക്കൊണ്ടാണ് മാർക്കറ്റ് മുകളിലേക്ക് പോവുക. ഈ പുൾ ബാക്ക് എന്താ സംഭവം? ഒരു വാലിഡ് ആയിട്ടുള്ള ഹൈയും ലോയും ഉണ്ടാക്കിയ ക്യാൻഡിലിൻ്റെ അതിൻ്റെ 2 സൈഡും ആൾക്കാർ ബൈയും സെല്ലും ചെയ്തിട്ടുണ്ടാവും. ഒരു ക്യാൻഡിൽ അത് ഗ്രീൻ ആയിക്കോട്ടെ റെഡ് ആയിക്കോട്ടെ, അവിടെ ബയേഴ്സും സെല്ലേഴ്സും ഉണ്ടാവും. സോ ഒരു ക്യാൻഡിലിൻ്റെ ലോ മറ്റൊരു ക്യാൻഡിൽ വന്ന് എടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിച്ചിരിക്കുന്നത്? അതിൻ്റെ താഴെ വരെയുള്ള എല്ലാവിധ സ്റ്റോപ്പ് ലോസുകളും അല്ലെങ്കിൽ അവിടെ വരെയുള്ള എല്ലാവിധ ലിക്വിഡിറ്റിയും മാർക്കറ്റ് ഗ്രാബ് ചെയ്തു. ഓക്കെ, അവിടെ ആ ടൈമിൽ ഉണ്ടാക്കിയ ക്യാൻഡിലിൻ്റെ എല്ലാം മാർക്കറ്റ് എടുത്തു. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ രീതിയിൽ നമ്മളത് ലോജിക്കണം. സോ അവിടെ പുതുതായിട്ട് ഒരു ലോ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ എന്തായാലും എന്തുണ്ടാവും? പിന്നെയും ഒരുപാട് അതിനി വന്ന് എടുക്കില്ല എന്നുള്ള ധാരണയിൽ ഒരുപാട് പേര് അവിടെ പുതുതായിട്ടുള്ള സ്റ്റോപ്പ് ലോസുകൾ വെച്ചിട്ടുണ്ടാവും. ഓക്കെ, അവിടെ മാർക്കറ്റ് ഇപ്പോൾ സ്മാർട്ട് മണി അവിടെ നിന്ന് ബൈ ആണ് ചെയ്തിരിക്കുന്നതെന്നുണ്ടെങ്കിൽ സ്മാർട്ട് മണി തന്നെ എന്തുണ്ടാവും? അവിടെ ഒരുപാട് ആൾക്കാരായിട്ട് കോൺട്രാക്റ്റ് ഉണ്ടാവും. അത് പിന്നീട് വരുന്നതായിരിക്കും. ആ സ്മാർട്ട് മണി അത് ബുക്ക് ചെയ്തിട്ടായിരിക്കും പിന്നെയും ഇത് ഇങ്ങനെ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുകയല്ലേ, വീണ്ടും അവിടെ വന്നിട്ടുള്ള ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്യുക. അപ്പോൾ റീസെൻ്റ് ആയിട്ടുള്ള ഇതുപോലത്തെ പുൾ ബാക്ക് എടുക്കുമ്പോഴാണ് IDM. ഓക്കെ, അതിലൊരു ഡൗട്ടും വേണ്ട, നമ്മൾ അതിലേക്ക് എത്തുന്നുണ്ട്. പുൾ ബാക്കിനെ കുറിച്ചിട്ടൊന്ന് കംപ്ലീറ്റ് ചെയ്യാം. ഇനി നെക്സ്റ്റ് ഉണ്ടായിരിക്കുന്നത് എന്താണ്? നെക്സ്റ്റ് ഉണ്ടായിരിക്കുന്നത് ഇതേപോലെ തന്നെ മാർക്കറ്റ് ഒരു ക്യാൻഡിലിൻ്റെ ഹൈ എടുത്തു. ഓക്കെ, ആ ക്യാൻഡിലിൻ്റെ തന്നെ മാർക്കറ്റ് ലോയും എടുത്തു. നെക്സ്റ്റ് ഉണ്ടായ സിനാരിയോ ആണ് ഞാൻ ഇവിടെ വരയ്ക്കുന്നത്. അടുത്തത് ഉണ്ടാകുന്ന ക്യാൻഡിൽ, അതായത് 4th ആണ്, ഇതാണ് ഈ ഒരു പിക്ചറാണ് ഞാൻ വരയ്ക്കുന്നത്. ഓക്കെ, മാർക്കറ്റ് ഹൈയും ലോയും എടുത്തു. ഈ 2 ക്യാൻഡിലിനെ കൺസിഡർ ചെയ്യേണ്ട. അപ്പോൾ എന്താണ് ഇവിടെ ഉണ്ടായേ? കൺസിഡർ ചെയ്യേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലൊന്നും നടക്കില്ല അല്ലേ, അതൊക്കെ മൈൻഡിൽ കയറി പോകും. അപ്പോൾ ഇതിവിടെ ഇരിക്കട്ടെ, ഇത് ഇവിടെ ഇരിക്കട്ടെ. സോ മാർക്കറ്റ് മുകളിലേക്ക് പോവുകയാണ്. ഒരു ക്യാൻഡിലിൻ്റെ ലോയും ഹൈയും മാർക്കറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായി? ഇത് റീസെൻ്റ് ആയിട്ടുള്ളൊരു ഈ ക്യാൻഡിലിൻ്റെ ലോ ഇത് എടുത്തത് കൊണ്ട് തന്നെ ഇതൊരു പുൾ ബാക്കായിട്ട് കണക്കാക്കും. ഓക്കെ, മാർക്കറ്റ് ഇനി ഇവിടെ നിന്ന് മുകളിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിലും മുകളിലേക്ക് പോയില്ല എന്നുണ്ടെങ്കിലും മാർക്കറ്റ് ഇനി നെക്സ്റ്റ് ഒരു ഹൈ എന്തായാലും ക്രിയേറ്റ് ചെയ്യണം. എന്നിട്ട് ഇത് വന്ന് എടുത്തു കഴിഞ്ഞാൽ മാത്രമേ എന്താവുള്ളൂ? IDM ആയിട്ട് കൺസിഡർ ചെയ്യുള്ളൂ. നെക്സ്റ്റ് ഈ ഒരു സിനാരിയോ, ഇത് ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയാണ്. ഈക്വൽ ഹൈസാണ് ഒരു മാർക്കറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്.
അതിന് ഈക്വൽ ഹൈസ് ഉണ്ടാകുമ്പോൾ ഇതൊരു ക്യാൻഡിലും ഇതൊരു ക്യാൻഡിലും ആയിട്ട് കണക്കാക്കും. എന്നിട്ട് ഈ ക്യാൻഡിലിൻ്റെ ലോ ഒന്ന് മാർക്കറ്റ് എടുത്തു. ക്ലിയർ? അങ്ങനെ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാലും എന്താവും, ഈ ഒരു ലോ പുൾ ബാക്ക് ആയിട്ട് കണക്കാക്കും എന്നാണ് പറയുന്നത്, ഈക്വൽ ഹൈ. ഇനി നെക്സ്റ്റ് മാർക്കറ്റ് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന സമയത്ത് മാർക്കറ്റ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന സമയത്ത് ഒരു താഴത്തേക്ക് ഒരു ക്യാൻഡിൽ ഉണ്ടായി, അത് അതിൻ്റെ ലോ എടുത്തു. സോ അടുത്ത ഒരു ക്യാൻഡിൽ അടുത്തൊരു ക്യാൻഡിൽ എന്തായി, അതിൻ്റെ മുകളിലേക്ക് പോയി ക്ലോസ് വന്നു. സോ ഈ ഒരു പോയിൻ്റ് എന്താവും, ഓൾറെഡി ഇതിൻ്റെ ലോ എടുത്തു, അതുകൊണ്ട് തന്നെ അത് പുൾ ബാക്കായി മാറും. അതാണ് ഇവിടെ ഫോർത്തിൽ പറയുന്നത്. 2 ക്യാൻഡിലോ അല്ലെങ്കിൽ എത്ര ക്യാൻഡിലോ, ഇനി ഇവിടെ 3 ക്യാൻഡിൽ ഉണ്ടായിട്ടുണ്ടെന്ന് വിചാരിക്കുക, എത്ര ക്യാൻഡിൽ ഇവിടെ ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിലും ആ ക്യാൻഡിൽസുകൾ കൊണ്ടൊക്കെ മാർക്കറ്റ് ഒരു ക്യാൻഡിലിൻ്റെ വാലിഡ് ആയിട്ടുള്ള ക്യാൻഡിലിൻ്റെ ലോ എടുത്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഹൈ എടുത്തിട്ടുണ്ടെങ്കിൽ അത് പുൾ ബാക്കായി കൺസിഡർ ചെയ്യും. ഓക്കെ, അതാണ്, അത്രേ ഉള്ളൂ. സോ ഇതൊക്കെ ചെറിയ കുട്ടികളെ പഠിപ്പിക്കുന്ന പോലെയാണല്ലോ പഠിപ്പിക്കണമെന്ന് വിചാരിക്കരുത്. ഇതൊക്കെ വലിയ വ്യർത്ഥായിട്ടുള്ള അറിവാണ് നിങ്ങൾക്ക്. ഇത് നിങ്ങൾ വിചാരിക്കുന്ന ഒരു സംഗതിയല്ല. അത്ര വലിയ അറിവ് ഞാൻ സിമ്പിളാക്കിയിട്ട് നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരികയാണ്. ഇതുപോലെ തന്നെ ഒരു കുട്ടിക്ക് ആദ്യം നമ്മൾ എന്താ കൊടുക്കുക, മുലപ്പാൽ കൊടുക്കും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കോറ കൊടുക്കുക. സോ ഞാനിവിടെ എന്താ പറയുക, മുലപ്പാലും കോറയെന്നൊക്കെയാണ് തുടങ്ങുന്നത്. അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് പഠിക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു ലോ എടുത്തു, മാർക്കറ്റ് ഹൈ ക്രിയേറ്റ് ചെയ്തു. സോ ഇതൊക്കെ ഇവിടെ എന്തായി, വാലിഡ് ആയിട്ടുള്ള പുൾ ബാക്കുകളായി. ഇപ്പം ഞാൻ ഈ പറഞ്ഞതൊക്കെ വാലിഡ് ആയിട്ടുള്ള പുൾ ബാക്കുകളാണ്. ഇനി ഇൻവാലിഡ് ആയിട്ടുള്ള പുൾ ബാക്ക് നമ്മൾ അറിഞ്ഞിരിക്കണം. മാർക്കറ്റ് എങ്ങനെയാണ് ഒരു കാണാൻ ഒരു പുൾ ബാക്ക് പോലെയും എന്നാൽ അത് പുൾ ബാക്ക് വാലിഡ് ആവാതെയും, അതായത് പുതുതായിട്ട് ഒരു ഹൈയോ ലോയോ മാർക്കറ്റ് ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല. മാർക്കറ്റ് പുതുതായിട്ടുള്ള ഒരു ഹൈയോ ലോയോ എടുത്തിട്ടുണ്ടാവില്ല. അതിനെക്കുറിച്ചിട്ടാണ് നമ്മൾ ഇനി സംസാരിക്കുന്നത്. എന്തൊക്കെ അതിന് സാധ്യതകൾ വരാം. മോസ്റ്റ്ലി അത് ഇൻസൈഡ് ബാറായിരിക്കും. അങ്ങനെയുള്ള സാധ്യതകളെ കുറിച്ച് സംസാരിക്കുന്നത്. മാർക്കറ്റ് ഇതുപോലെ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു, ഫസ്റ്റത്തത് വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ക്യാൻഡിൽ മേലേക്ക് പോവുകയാണ്, അതിൻ്റെ ഉള്ളിൽ ഒരു ഇൻസൈഡ് ബാർ ഉണ്ടായി, ഇതിൻ്റെ ലോ എടുക്കാതെ ഈ 3 ക്യാൻഡിൽ, ഈ ക്യാൻഡിലോ ഈ ക്യാൻഡിൽ എടുത്തിട്ടുണ്ട്, ഈ ക്യാൻഡിലോ ഈ ക്യാൻഡിൽ എടുത്തിട്ടുണ്ട്, എന്നിട്ട് മേലെ പോയി. എന്തെങ്കിലും കാര്യമുണ്ടോ? നിങ്ങൾ തന്നെ ചിന്തിച്ച് നോക്കുക. ഇവിടെ പുതുതായിട്ട് ഒന്നും സംഭവിച്ചിട്ടില്ല. മാർക്കറ്റ് പഴയ ക്യാൻഡിലിൻ്റെ ഉള്ളിലുള്ള ക്യാൻഡിൽസിൻ്റെ ഒക്കെ ലോ എടുത്തിട്ടുണ്ട്. സോ അതൊരു വാലിഡ് പുൾ ബാക്ക് അല്ല. വാലിഡ് ആയിട്ടുള്ളൊരു ലിക്വിഡിറ്റിനെ അത് ഗ്രാബ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് വാലിഡ് ആയിട്ടുള്ളൊരു ലോ അത് ഗ്രാബ് ചെയ്തിട്ടില്ല. നേരെ തിരിച്ചാണെങ്കിൽ ഹൈ ഗ്രാബ് ചെയ്തിട്ടില്ല. ഓക്കെ, താഴത്തേക്ക് പോവുകയാണെങ്കിൽ ഹൈ ആണ് ഗ്രാബ് ചെയ്യേണ്ടത്. ഇതിൻ്റെ ഒക്കെ റിവേഴ്സും കൂടി ചിന്തിച്ചേക്കുക. ഓക്കെ, സോ ഇനി നെക്സ്റ്റ് ഇത് തന്നെ നെക്സ്റ്റിലും പറയുന്നത് ഒരു ഹൈ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തു, മാർക്കറ്റിൻ്റെ ഒരു ഹൈയും ലോയും വേറൊരു ക്യാൻഡിൽ എടുത്തു, ഇതും ഇൻസൈഡ് ബാർ ആയിട്ടാണ് കണക്കാക്കുന്നത്. ഇങ്ങനെ എടുത്തു, വേറൊരു ക്യാൻഡിൽ എന്ത് ചെയ്തു, ഇതുപോലെ മുകളിലേക്ക് കയറിപ്പോയി. ഫുൾ ബാക്ക് ആവില്ല. കാരണം ഇവിടെ ഓൾറെഡി ഇതൊരു ഹൈയും ലോയും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ ഇനി സംഭവിച്ചു കഴിഞ്ഞാലും പുതുതായിട്ടൊന്നും ഇവിടെ സംഭവിച്ചിട്ടില്ല. ഇതുപോലെ എടുത്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് ഇതേ സംഗതി തന്നെയാണ്. മാർക്കറ്റ് ഒരു ഹൈയും ലോയും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് തന്നെയാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ 2 എണ്ണം താഴത്തേക്കുണ്ടായി. ഓക്കെ, ഒരു കാര്യമല്ല, അതിൻ്റെ ലോ എടുത്തിട്ട് കാര്യമില്ല. ഇനി ഇത് ഈക്വലായിട്ടും ഇങ്ങനെ എന്ത് വേണമെങ്കിലും സംഭവിക്കും. ഇതിപ്പോൾ ഇനി ഈക്വലായിട്ടുണ്ടായി, നമ്മൾ നേരത്തെ പറയണ പോലെ അത് ഈക്വലായി, ഇതിൻ്റെ ലോ വീണ്ടും വന്നത് ഗ്രാബ് ചെയ്തു, ഒരു കാര്യമില്ല. ഇനി തേർഡ് സിനാരിയോ സെയിം തന്നെയാണ്. മാർക്കറ്റ് ഈ പറഞ്ഞതുപോലെ മുകളിലേക്ക് കയറി പോവാണ്, ഇൻസൈഡ് ബാറാണ്, പോയി ഹൈ എടുത്തു. സോ അതുപോലെ മാർക്കറ്റ് ഹൈ എടുക്കുകയാണ്. ഇവിടെ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായിട്ടില്ല, ഒരു ലോയും എടുത്തിട്ടില്ല ഈ സെനാരിയോയിൽ പറയണത്. അതിൻ്റെ ഹൈയും ലോയും കട്ട് ചെയ്ത് പോയി, അടുത്ത ക്യാൻഡിൽ ഇങ്ങനെ ഉണ്ടായി, ഒരു കാര്യമല്ല. ഓക്കെ, സോ മാർക്കറ്റ് പുതുതായിട്ടൊന്നും ഇവിടെ ചെയ്തിട്ടില്ല. ഇനി
6th, അതും ഈ പറഞ്ഞതുപോലെ തന്നെ ഉള്ളിലാണ് ഉണ്ടാവുന്നത്. താഴത്തേക്കോ മേലേക്കോ എവിടെ എന്നുള്ളത് രീതിയൊന്നും അല്ല. ഇതേപോലെ തന്നെ മാർക്കറ്റ് ക്യാൻഡിലിൻ്റെ ഉള്ളിലുണ്ടായി, വേറൊരു ക്യാൻഡിൽ ഇതിൻ്റെ ഉള്ളിലുണ്ടായി. ഒക്കെ ഇൻസൈഡ് ബാർ ആകുമ്പോഴാണ് ഈ പ്രശ്നങ്ങളെല്ലാം വരുന്നത്. അത് മനസ്സിലാക്കി കാണാം. ചിലപ്പോൾ കുറേ ക്യാൻഡിലിന് മുമ്പ് ഒരു വലിയൊരു ക്യാൻഡിൽ ഉണ്ടാക്കിയിട്ടുണ്ടാവും. വലിയ ക്യാൻഡിൽ, വലിയ വാപ്പാൻ്റെ പോലെ വലിയൊരു ക്യാൻഡിൽ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഉള്ളിലായിരിക്കും ഉള്ളെല്ലാതും ഉണ്ടായിട്ടുണ്ടാവുക. സോ മനസ്സിലാക്കുക, അവിടെ നമ്മൾ വേറൊരു സ്ട്രക്ചർ മാപ്പ് ചെയ്യണം. ഇതിൻ്റെ കണ്ടിന്യൂഷൻ മാപ്പ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെ ഓരോ കാര്യങ്ങളും ഇതിൽ കണ്ടിന്യൂ ചെയ്ത് പോവുക. സോ ഇത് തന്നെ ഇവിടെ സംഭവിച്ചിരിക്കുന്നത്, എടുത്തിട്ട് ഒരു കാര്യമല്ല. എനിവേ, അപ്പോൾ പുൾ ബാക്കുകൾ ഇങ്ങനെയാണ്. ഇനി ഇതിൻ്റെ ഡയഗ്രാം വേണമെന്നുണ്ടെങ്കിൽ അതും നമുക്ക് വരച്ചളയാം. ഇനി ഡയഗ്രാം കിട്ടാഞ്ഞിട്ട് പഠിക്കാതിരിക്കേണ്ട. മാർക്കറ്റ് ഇങ്ങനെ പോയി അവിടെ ഒരു ലോ ഉണ്ടാക്കി, ഒരു വേറൊരു ലോ ഉണ്ടാക്കി, ഒരു ഹൈ ഉണ്ടാക്കി. ഇതൊരു വാലിഡ് പുൾ ബാക്കാണ്. ഇവിടെ ഈ ലോ കട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മാർക്കറ്റ് എന്തുണ്ടായി, ഇപ്പം ഞാൻ ഈ ഒരു സ്ട്രക്ചറാണ് ഇവിടെ വരയ്ക്കണത്. ഓക്കെ, ഈ സ്ട്രക്ചർ ഇങ്ങനെ വരച്ചാൽ ശരിയാവില്ല എന്ന് തോന്നുന്നു അല്ലേ? നമുക്ക് ഡിലീറ്റ് ചെയ്യാം, കുറച്ചും കൂടി വലുതാക്കി വരയ്ക്കാം. ഒരു ഹൈ, ഒരു ലോ, ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു. മാർക്കറ്റ് താഴെ വന്നു, ഒരു ലോ, ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു. വീണ്ടും മാർക്കറ്റ് താഴെ പോയി, ഒരു ലോ, ഈ ലോനെടുത്തു, ഒരു സ്മോൾ ഹൈ ക്രിയേറ്റ് ചെയ്തു. വീണ്ടും മാർക്കറ്റ് താഴെ വന്നു, മേലെ പോയി ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു. ഇത് ഫസ്റ്റ് സ്ട്രക്ചർ. ഓക്കെ, ഇവിടെ എന്താ ഉണ്ടായിരിക്കുന്നത്? വാലിഡ് ആയിട്ടുള്ളൊരു ലോ ഉണ്ട്, ഒരു ഹൈ ഉണ്ട്. ഒരു ക്യാൻഡിലൊരു ലോ ഉണ്ടാക്കി, ഹൈ ഉണ്ടാക്കി. അടുത്ത ക്യാൻഡിൽ ലോ ഉണ്ടാക്കി, ഹൈ ഉണ്ടാക്കി. വേറൊരു ക്യാൻഡിൽ ഈ ക്യാൻഡിലിൽ ലോ എടുത്തു, വേറൊരു ഹൈ ഉണ്ടാക്കി, ലോ ഉണ്ടാക്കി. സോ ഇവിടെ ഇതൊരു വാലിഡ് ആയിട്ടുള്ള ലോനെ ഇതെടുത്തത് കൊണ്ടാണ് ഇവിടെ എന്തായി, മാർക്കറ്റ് മുകളിലേക്ക് പോയി. ഇനി നെക്സ്റ്റ് ഡയഗ്രാം കണ്ടിട്ട് ഇനി കൺഫ്യൂഷൻ ഒന്നും ആവരുതേ. ഡയഗ്രാം കാണിച്ചു തരാൻ പറഞ്ഞതും കൊണ്ട് ഡയഗ്രാം കാണിക്കുകയാണ്. എന്താ നെക്സ്റ്റ് ഇങ്ങനെ ഇതാണ് അടുത്തതിൻ്റെ ഡയഗ്രാം. വാലിഡ് ആയിട്ടുള്ളൊരു ലോ ഗ്രാബ് ചെയ്തു. ഓക്കെ, നെക്സ്റ്റ് ഡയഗ്രാം. ഹൈ ഉണ്ടാക്കി, ലോ ഉണ്ടാക്കി, വീണ്ടും ലോ ഉണ്ടാക്കി, ഹൈ ഉണ്ടാക്കി. ഇതിൻ്റെ ഉള്ളിൽ ഒരു ഹൈയും ലോയും ഉണ്ടാക്കി. എന്നിട്ട് എന്ത് ചെയ്തു? ഈ ലോനെ ഗ്രാബ് ചെയ്തു. എന്നിട്ട് വീണ്ടും ക്ലോസായി, ഈ ലോ എടുത്തു, അങ്ങനെ പോയി. ഇതാണ് അടുത്ത സ്ട്രക്ചർ. അതായത് ഈ സ്ട്രക്ചറാണ് ഇവിടെ വരച്ചത്. ഓക്കെ, ഇനി ഇവിടെ ആദ്യത്തെ സ്ട്രക്ചറും കൂടി വരഞ്ഞ് നോക്കിയാലേ കുറച്ചും കൂടി ഒരു വേണ്ട. ഇനി നെക്സ്റ്റ് ഒരു ഹൈ ഉണ്ടാക്കി, സോറി എപ്പോഴും ഹൈ കൊണ്ടാണ് തുടങ്ങുന്നത് ഞാൻ. വന്നു, ലോ എടുത്തു, ഹൈ എടുത്തു. ഫോർത്ത്, ഇനി ഫിഫ്ത്ത്. ലോ ഉണ്ടാക്കി, ഹൈ ഉണ്ടാക്കി, ഈക്വൽ ഹൈസ്. അടുത്ത മാർക്കറ്റ് വന്നിട്ട് ഈ ലോ എടുത്തു. ഇവിടെ ഈക്വൽ ഹൈസ് ആണ്. സോ ഇവിടെ ഇതൊരു വാലിഡ് ആയിട്ട് കണക്കാക്കുന്ന പറഞ്ഞത്. ഹൈ എടുത്താക്കി. ഓക്കെ, ഇത് വാലിഡ് ആവുന്നത് എങ്ങനെ? ഇത് രണ്ടും ഈക്വൽ ആയതുകൊണ്ടാണ്. ഇനി അടുത്തത് ലോ ഹൈ, ലോ ഹൈ, ലോ, ഓ ഹൈ, ലോ, ഹൈ, ലോ, ഹൈ, ലോ. ഓക്കെ, ഇവിടെ പറഞ്ഞതുപോലെ ഈ ഒരു ലോ, ഇതൊരു ക്യാൻഡിൽ ഒരു ലോ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ക്യാൻഡിൽ ലോ ഈ ക്യാൻഡിൽ എടുത്തു. എന്നിട്ട് മുകളിൽ പോയിട്ട് ഈ ക്യാൻഡിലിൻ്റെ ഹൈ എടുത്തു. ഇനി നെക്സ്റ്റ് ഇതൊക്കെ വാലിഡ്. ഓക്കെ, ഇനി ഇൻവാലിഡാണ് നമ്മൾ മാർക്ക് ചെയ്യാൻ പോകുന്നത്. ഇൻവാലിഡ് മാർക്ക് ചെയ്യാം.
ഇൻവാലിഡ് മാർക്ക് ചെയ്യാണ്. ഹൈ ലോ ഉണ്ടാക്കി, ഹൈ ഉണ്ടാക്കി, മാർക്കറ്റ് വീണ്ടും ലോ ഉണ്ടാക്കി, പിന്നെ ഒരു ഹൈ ഉണ്ടാക്കി. അതിന് ശേഷം മാർക്കറ്റ് ഇതിൻ്റെ ഉള്ളിലാണ് ലോയും ഹൈയും ഒക്കെ ഉണ്ടാക്കുന്നത്. എന്നിട്ട് ഈ ലോനെ മാർക്കറ്റ് ഗ്രാബ് ചെയ്തു, മുകളിലേക്ക് പോയി. സോ ഇവിടെ വാലിഡ് ആയിട്ടുള്ള ലോ 1, 2, ഇതും ഒരു വാലിഡ് ആയിട്ടുള്ള ലോ ആണ്. ഇത് പിന്നെ മാർക്കറ്റ് ഒന്നും എടുത്തിട്ടില്ല. ഇത് എടുത്തിരുന്നെങ്കിലും സംഭവിക്കായിരുന്നു. അപ്പോൾ അത് ഇൻവാലിഡ് ആയിട്ടുള്ളതാണ്. ഡയഗ്രാം വരഞ്ഞിട്ട് ഇനി എങ്ങാനും ബുദ്ധിമുട്ടായി എന്നും പറഞ്ഞുകൊണ്ട് ആരെങ്കിലും വാപ്പ ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഈ പറഞ്ഞതുപോലെ തന്നെ അങ്ങനെ ഒരു വലിയ ക്യാൻഡിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലാണ് ഈ ഹൈയും ലോയും, വീണ്ടും ഹൈയും ലോയും, പിന്നെ ഒരു ഹൈയും ക്രിയേറ്റ് ചെയ്യുന്നത്. ഒരു കാര്യമില്ല. നെക്സ്റ്റ് ഇൻസൈഡ് ആയിട്ടുള്ളതാണ് ഈ ഒരു 2 ഹൈയും ലോയും വേറൊരു ക്യാൻഡിൽ എടുത്തു. പക്ഷേ ഇവിടെ വേറൊരു വലിയ ക്യാൻഡിലിൻ്റെ ഉള്ളിലാണ് ഇതൊക്കെ. ഹൈയും ലോയും ഓൾറെഡി ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് കാര്യമല്ല. നെക്സ്റ്റ് ഹൈ ലോ, ഹൈ മാർക്കറ്റ് വന്നു, ഒരു ഹൈയും ലോയും ഉണ്ടാക്കി. മാർക്കറ്റ് പ്രത്യേകിച്ച് ഒന്നും ചെയ്തില്ല, മേലേക്ക് പോയി. ഇതാണ് 4ാമത്തെ സിനാരിയോ. ഓക്കെ, സോറി, ഇത് 3ാമത്തെ. ഇത് വരയ്ക്കണമായിരുന്നു അല്ലേ? ഇത് 4ാമത്തെയാണ്. 4ാമത്തത് ഞാനിത് ഇങ്ങനെ പിടിച്ച് ഇവിടെ കൊണ്ട് നോക്കുന്നുണ്ട്. ഇനി ഈ ക്യാൻഡിലിൻ്റെ ഇത് വരച്ചാൽ ലോ ഹൈ ദെൻ ഉണ്ടാക്കുന്ന ക്യാൻഡിലൊക്കെ അതിൻ്റെ ഉള്ളിലായി പോയി. ഈ ക്യാൻഡിലിൻ്റെ ഹൈ എടുത്തിട്ട് ഇത് മുകളിലേക്ക് പോയി. സോ ഇവിടെ ഈ ഒരു ഹൈയും ഈ ഒരു ലോയും ഈ ഒരു ഹൈയും വാലിഡ് ആയ അതിൻ്റെ ഉള്ളിലുള്ളതൊക്കെയാണ് ഇത് എടുത്തിരിക്കുന്നത്. ഒരു കാര്യമില്ല. 4ാമത്തത് ഇപ്പോൾ നമ്മൾ വരച്ചു. ഓക്കെ, ഇനി 5ാമത്തത് ഇത്. അതും ഈ പറഞ്ഞതുപോലെ തന്നെ ഹൈ ലോ. ഈ ഡയഗ്രാം കണ്ടിട്ട് ആർക്കെങ്കിലും കൺഫ്യൂഷൻ വരികയാണെന്നുണ്ടെങ്കിൽ വെറുതെ ഇതൊന്നും നോക്കാൻ നിൽക്കണ്ട. അടിച്ചു വിട്ടിട്ട് എന്ത് ചെയ്യുക, ആദ്യം പറഞ്ഞ വരച്ച ക്യാൻഡിൽ മനസ്സിലായിട്ടുണ്ടെങ്കിൽ അതിൽ കൺഫേം ആയിട്ട് ഇത് അടിച്ചു വിട്ടിട്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, ഇതിങ്ങനെ ഉണ്ടായിട്ടുണ്ട്. പുതുതായിട്ട് ഒരു ലോയും എടുത്തിട്ടില്ല. ഇനി ഇത് അതേപോലെ തന്നെ ഉള്ളിലാണ്, ഇൻസൈഡ് ബാറാണ് എടുത്തിരിക്കുന്നത്. ഹൈ ലോ ഹൈ അങ്ങനെ ഉണ്ടാക്കിയിട്ട് ഇതിൻ്റെ ഉള്ളിലൊരു ക്യാൻഡിൽ ക്രിയേറ്റ് ചെയ്തു. അതിൻ്റെ ലോ എടുത്തു, മേലേക്ക് പോയി. ഒരു കാര്യമില്ല. ഇതാണ് ഈ ഡയഗ്രാം. അങ്ങനെ 6 ഡയഗ്രാം ഇൻവാലിഡ് ആണ്. ഓക്കെ, ഇനി പുൾ ബാക്കിലൊരു ഡൗട്ട് വേണ്ട. ഇതുപോലെ ഉണ്ടായ പുൾ ബാക്കിൻ്റെ ലോസ് ഗ്രാബ് ചെയ്യുമ്പോഴാണ് ഇനി നമ്മൾ അതിനെക്കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത്. വാലിഡ് ആയിട്ടുള്ള പുൾ ബാക്കിൻ്റെ ലോ ഗ്രാബ് ചെയ്യുമ്പോഴാണ് IDM സംഭവിക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, അതും ഡയഗ്രത്തിൽ ആദ്യം കാണിച്ചു തരാം, എന്നിട്ട് ക്യാൻഡിലിലേക്ക് പോവാം. ഡയഗ്രാം വരയ്ക്കാം. നമുക്ക് ഒരു ലോ ഉണ്ടാക്കി, മാർക്കറ്റ് ഒരു പുതുതായിട്ടൊരു ലോ ഉണ്ടാക്കി, ഒരു ഹൈ ഉണ്ടാക്കി, ഇതിൻ്റെ ലോ മാർക്കറ്റ് എടുത്തു, മാർക്കറ്റ് മുകളിലേക്ക് പോയി. സോ ഇതെന്തായി, വാലിഡ് ആയിട്ടുള്ള ഒരു ലോ, അതായത് പുൾ ബാക്കായി. മാർക്കറ്റ് എന്ത് ചെയ്തു, ഇത് വന്ന് വീണ്ടും എടുത്തു. ഓൾറെഡി ഒരു ലോ എടുത്തിട്ടാണ് ഈ മാർക്കറ്റ് നിൽക്കുന്നത്. ഇതിനെ വീണ്ടും വന്ന് മാർക്കറ്റ് ഗ്രാബ് ചെയ്തു, മുകളിലേക്ക് പോയി. ഇവിടെയാണ് IDM സംഭവിക്കുന്നത്. വാലിഡ് ആയിട്ടുള്ള ഒരു പുൾ ബാക്ക്. ഇത് പുൾ ബാക്ക് ആവുന്നത് എപ്പോഴാണ്, ഈ ലോ എടുത്തിട്ട് പുതിയൊരു ലോ ക്രിയേറ്റ് ചെയ്തതുകൊണ്ട് വീണ്ടും ഒരു ഹൈ ഉണ്ടാക്കി. പിന്നെ ഇത് IDM ആവുന്നത് എപ്പോഴാണ്, പുതുതായിട്ട് വന്ന ആ ഒരു ലോനെ വീണ്ടും മാർക്കറ്റ് വന്നെടുത്തു. ഇവനാണ് നമ്മുടെ IDM. ഓക്കെ, എവിടെയാണ് വരാത്തത്? ഇനി ഉള്ള ഡൗട്ട്, റീസൻ്റ് ആയിട്ടുള്ള പുൾ ബാക്കാണ് നമ്മൾ IDMന് വേണ്ടി എടുക്കുന്നത്. ഈ 6 എണ്ണം വരച്ചിട്ടൊന്നും ഇനി എന്നെ കൊണ്ട് കാണിക്കാൻ പറ്റില്ല, വീണ്ടും വന്നതിനെ ഗ്രാബ് ചെയ്യുന്നൊന്നും. ഇതെന്താണിത്? സോ കോറൊക്കെ തന്നു ഇനി ഇരിക്കാനും മുട്ടിലടയാനൊക്കെ തുടങ്ങി. നെക്സ്റ്റ് ഇവിടെ വാ, നെക്സ്റ്റ് നോക്കി നോക്ക്. റീസൻ്റ് ആയിട്ടുള്ള പുൾ ബാക്ക്
ഓക്കെ, ഇതിപ്പോൾ ഒരു പുൾ ബാക്കാണ്. ഇങ്ങനെ മാർക്കറ്റ് പോയി താഴെ ക്രിയേറ്റ് ചെയ്തു, മേലെ ക്രിയേറ്റ് ചെയ്തു, വീണ്ടും മാർക്കറ്റ് ഇവിടെ കുറച്ച് ഇങ്ങനെ താഴെയൊക്കെ ഉണ്ടാക്കി, എന്നിട്ട് എന്ത് ചെയ്തു, വീണ്ടും ഈ ഈ ലോ എടുക്കുമ്പോഴാണല്ലോ പുൾ ബാക്ക് സംഭവിക്കുക. അതായത് ഇവിടെ വാലിഡ് ആയിട്ടുള്ള ഒരു ലോ ഇത് ഇതിപ്പോൾ ഒരു ലോ ആണ്, പക്ഷേ ഹൈ ഉണ്ടാക്കിയ ഇത് എടുത്താൽ പോരാ. സോ ഇവിടെ ഒരു ലോ ഉണ്ടാക്കി ഇങ്ങനെ എടുത്തു, അയ്യോ ക്ലോസ് ആയി മാർക്കറ്റ്. എന്നിട്ട് ഇവിടെ നിന്ന് വീണ്ടും താഴത്തേക്ക് വന്നു, വീണ്ടും ഒരു ലോ ക്രിയേറ്റ് ചെയ്തു, മാർക്കറ്റ് ഹൈ ക്രിയേറ്റ് ചെയ്തു. സോ മാർക്കറ്റ് ഇവിടെ നിന്ന് ഇനി മാർക്കറ്റ് ഈ ഒരു ലോ എടുത്താൽ മതി IDM സംഭവിക്കാൻ. ഇവിടെ വന്നിട്ട് ഈ ഒരു ലോ ഗ്രാബ് ചെയ്ത, കാരണം ഇവിടെ ഓൾറെഡി ഒരു ലോ മാർക്കറ്റ് ഉണ്ടാക്കി, ഈ ഒരു ലോ ഗ്രാബ് ചെയ്താൽ മതി. ഞാൻ ഇതിനെ ഡൗട്ട് ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ആക്കുന്നുണ്ട്, കാരണം പുതുതായിട്ടൊരു ഹൈ എടുത്ത് ഇതിൻ്റെ ഒരു ലോ എടുത്ത്. സോ ഈ ഒരു ക്യാൻഡിൽ ഗ്രാബ് ചെയ്യുമ്പോൾ അതോട് കൂടിയിട്ട് അത് ചിലപ്പോൾ ഇങ്ങനെയൊന്നും വന്ന് ഗ്രാബ് ചെയ്യുന്നുണ്ടാവില്ല. മാർക്കറ്റ് എന്ത് ചെയ്യും, മാർക്കറ്റ് ഇവിടെ നിന്ന് ഇങ്ങനെയൊക്കെ വന്ന് ഇങ്ങനെ വന്ന് പിന്നെ ആയിരിക്കും ഇത് ഗ്രാബ് ചെയ്യുക. എന്നിട്ട് ഇത് മേലെ പോകുമ്പോൾ ഇത് ഗ്രാബ് ചെയ്താൽ തന്നെ ഇത് IDM ആയി സംഭവിച്ചു. സ്വീപ്പ് ചെയ്താൽ മതി, ഗ്രാബ് ചെയ്താൽ മതി, എങ്ങനെ അത് ക്ലോസ് ചെയ്താൽ മതി, എങ്ങനെ ഇത് മുകളിൽ വന്നിട്ട് ക്ലോസ് തരണം ബോസിന്. ഇത് നോക്കി നോക്കുക. അതായത് ഇതൊക്കെ വാലിഡ് പുൾ ബാക്കാണെന്ന് നമ്മൾ പറഞ്ഞു. ഈ ലോ എടുത്തിട്ടുണ്ട്, ഈ ലോ എടുത്ത് അങ്ങനെ ഇതൊക്കെ വാലിഡ് പുൾ ബാക്കാണ്. പക്ഷേ IDMന് നമുക്ക് അങ്ങോട്ടൊന്നും പോകേണ്ട ആവശ്യമില്ല. IDM ഇവിടെ നമുക്ക് കിട്ടി. ഓക്കെ, ഇതാണ് IDM. ഇനി നോക്ക്, ഇതിൻ്റെ മേലെ മാർക്കറ്റ് ക്ലോസ് തന്നാൽ ഇവിടെ IDM സംഭവിക്കുന്ന സമയത്ത് എന്താ ഉണ്ടായേ, ഇതൊരു വാലിഡ് ഹൈ ആയി മാറി. ഇവിടെ IDM സംഭവിച്ചപ്പോൾ ഇതൊരു വാലിഡ് ഹൈ ആയി മാറി. മാർക്കറ്റ് എന്ത് ചെയ്തു, ഇത് വാലിഡ് ഹൈ ആയി. ഓക്കെ, ഇത് വാലിഡ് ഹൈ ആയി, മാർക്കറ്റ് ഒരു വാലിഡ് ഹൈ ക്രിയേറ്റ് ചെയ്തു എന്നിപ്പോഴാണ് പറയുന്നത്. ഇതുവരെ പറഞ്ഞിട്ടില്ല, കാരണം IDM അതായത് ലാസ്റ്റ് റീസെൻ്റ് ആയിട്ടുള്ള പുൾ ബാക്കിനെ എടുത്തിട്ടില്ല. മാർക്കറ്റ് എന്ത് ചെയ്തു, ഈ വാലിഡ് ആയിട്ടുള്ള ഹൈ ഇവിടെ ക്രിയേറ്റ് ചെയ്തു. IDM ഉണ്ടാവുന്നതോടുകൂടി ഉറപ്പായി വാലിഡ് ഹൈ ആയി. മാർക്കറ്റ് ഇവിടെ വീണ്ടും ഇതുപോലെ മാർക്കറ്റ് എന്ത് ചെയ്തു, ഇങ്ങനെ മൂവ് ചെയ്തു. മാർക്കറ്റ് വീണ്ടും വന്ന് ഈ ലോയൊക്കെ എടുത്തു. ഇവിടെ ഒന്നും പ്രത്യേകിച്ച് ഇനി ഒരു IDM ഉണ്ടാവേണ്ട ആവശ്യമില്ല. ഇവിടെ IDM ഓൾറെഡി ഉണ്ടാക്കി, ഈ ഒരു ഹൈ വാലിഡായി. ഇനി പുതുതായിട്ടൊരു ഹൈ ഉണ്ടാക്കുമ്പോഴേ അത് വാലിഡ് ആവേണ്ട കേസ് ഇവിടെ വരുന്നുള്ളൂ. ഇങ്ങനെയൊക്കെ മാർക്കറ്റ് കളിച്ചു. ലാസ്റ്റ് മാർക്കറ്റ് ഇവിടെ പോയി ക്ലോസ് ആയി, മീൻസ് ഇതിൻ്റെ മേലെ പോയിട്ട് ക്യാൻഡിൽ ക്ലോസ് വന്നു. അപ്പോൾ എന്തായി, ഈ വാലിഡ് ഹൈയിനെ മാർക്കറ്റ് മുകളിലേക്ക് പോയി ക്ലോസ് തരണം. എത്ര വട്ടം ഞാൻ പറയണം ക്ലോസ് തരണമെന്ന്? മാർക്കറ്റ് വാലിഡായിട്ട ഹൈയിൻ്റെ മുകളിൽ പോയി ക്യാൻഡിൽ ക്ലോസ് തരണം, അപ്പോഴേ ബോസ് സംഭവിക്കുള്ളൂ. ഇതുപോലെ ക്ലോസ് വന്നപ്പോൾ ബോസ് സംഭവിച്ചു. ഇതൊരു ഹയർ ലോ ആയി, ഇതൊരു ഹയർ ഹൈ ആയി. ഹയർ ഹൈ ആവാൻ IDM സംഭവിച്ചാൽ മതി എന്ന് നമ്മൾ പറഞ്ഞു. ഈ ഹയർ ഹൈൻ്റെ പോയിൻ്റാണ് നമ്മൾ ചേഞ്ച് ഓഫ് ക്യാരക്ടറിനെ വിളിക്കുക. അപ്പോൾ മാർക്കറ്റ് ഇനി എന്തായി, ഇപ്പോൾ ബോസ് സംഭവിച്ചതിന് ശേഷം മാർക്കറ്റ് ഇവിടെ നിന്ന് തിരിച്ച് വീണ്ടും താഴത്തേക്ക് ഇറങ്ങിയെന്ന് വിചാരിക്കാം. ഓക്കെ, ഇവിടെ നിന്ന് താഴത്തേക്ക് ഇറങ്ങി, മാർക്കറ്റ് ഇങ്ങനെ താഴത്തേക്ക് ഇറങ്ങി വന്നു. മാർക്കറ്റ് താഴത്തേക്ക് ഇറങ്ങി വന്നിട്ട് പുതുതായിട്ടൊരു ഹൈ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. ഓക്കെ, ഈ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ തന്നതോടുകൂടിയിട്ട് ഈ ഉണ്ടാക്കിയ ഹൈ, അത് പുതുതായിട്ടുള്ളൊരു ഹൈ വാലിഡ് ആവണമെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് എന്ത് ചെയ്യണം, IDM എടുക്കണം. IDM ഇപ്പോൾ റീസെൻ്റ് ആയിട്ടുള്ള ഒരു ലോ എടുത്തിരിക്കുന്നത് ഇതായിരിക്കും. സോ ഇതൊരു IDM പോയിൻ്റാണ്. IDM സംഭവിച്ചു, മാർക്കറ്റ് താഴത്തേക്ക് പോയി. ഇപ്പോൾ നമ്മളിവിടെ മാർക്ക് ചെയ്യുക എന്താ, ഇവിടെ IDM സംഭവിച്ചു എന്ന് മാർക്ക് ചെയ്യാണ്. മാർക്കറ്റ് എന്താ ചെയ്തത്, ഈ IDM സംഭവിച്ചതിന് ശേഷം തിരിച്ചു പോയി ബോസ് ഉണ്ടാക്കിയില്ല. ഇവിടെ ഇപ്പോൾ ഒരു ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്തു. നമ്മൾ ഇവിടുത്തെ പറഞ്ഞു, ഈ ഒരു ഹയർ ഹൈ പോലെ എന്തായി, ഇവിടെ ഒരു ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്തു IDM സംഭവിച്ചപ്പോൾ. ഓക്കെ, IDM സംഭവിച്ചപ്പോൾ ഒരു ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്തു, പക്ഷേ ബോസ് ഉണ്ടായില്ല. കാരണം എന്താ, മാർക്കറ്റ് താഴത്തേക്ക് വന്നിട്ട് ഈ ചോക്കാണ് സംഭവിക്കുന്നത്. അങ്ങനെയാണെങ്കിലോ
ക്ലോസ് വേണം. ചോക്കിനും IDM പോലെയല്ല, IDMന് ഇതുപോലൊരു സ്വീപ്പ് തന്നാൽ മതി. ഒരു ക്യാൻഡിൽ IDM പോയിന്റ് ഈ പറഞ്ഞതുപോലെ ക്യാൻഡിൽ കണ്ട ഈ പറഞ്ഞതുപോലെ ഇവിടെ ഇതൊരു സ്വീപ്പായിട്ട് കണക്കാക്കി IDM സംഭവിച്ചു. പക്ഷേ ക്യാൻഡിൽ വീണ്ടും പോയി താഴത്തേക്ക് പോയി ഇതുപോലെ ഒരു ക്ലോസ് തന്നു. അപ്പോൾ എന്തായി? ചേഞ്ച് ഓഫ് ക്യാരക്ടറായി. ചേഞ്ച് ഓഫ് ക്യാരക്ടർ ആയ എന്താ മാർക്കറ്റ് പറയുന്നത്? ഇത്രയും നേരെ ഉണ്ടായിരുന്ന മാർക്കറ്റിൻ്റെ ക്യാരക്ടറിനെ മാർക്കറ്റ് ചേഞ്ച് ചെയ്തു. ഇതുവരെ ബ്രേക്ക് ഓഫ് സ്ട്രക്ചറായിരുന്നു. സ്ട്രക്ചർ സെയിം ആയിരുന്നു, പക്ഷേ ആ സ്ട്രക്ചറിനെ ബ്രേക്ക് ചെയ്ത് പോവായിരുന്നു. ബ്രേക്ക് ഓഫ് സ്ട്രക്ചേഴ്സ്. സോ മാർക്കറ്റിന് ഒരു ക്യാരക്ടർ ഉണ്ടായിരുന്നു. ഒരു ഹയർ ഹൈസ് ക്രിയേറ്റ് ചെയ്ത് പോകുന്ന മാർക്കറ്റിന് ഒരു ബുള്ളിഷ് ക്യാരക്ടർ, അതായത് അപ് ട്രെൻഡിൻ്റെ ഒരു ക്യാരക്ടർ ഉണ്ടായിരുന്നു. ആ ക്യാരക്ടറിനെ മാർക്കറ്റ് ചേഞ്ച് ആക്കി. മാർക്കറ്റ് താഴത്തേക്കുള്ള അതിൻ്റെ സ്വഭാവത്തിന് തന്നെ അത് ചേഞ്ച് ആക്കി. അതാണ് ചേഞ്ച് ഓഫ് ക്യാരക്ടർ. ആ ചേഞ്ച് ഓഫ് ക്യാരക്ടർ സംഭവിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെയും അവിടെ അത് കണ്ടിന്യൂ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൺഫർമേഷൻ വരണം. ആ കൺഫർമേഷൻ എങ്ങനെയാണ്? ഇത് ക്ലോസ് തന്നു. ഇത് ക്ലോസ് തന്നില്ലെങ്കിലോ? ഇത് സ്വീപ്പാണ് തന്നതെങ്കിലോ? സ്വീപ്പ് തന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പോയിന്റ് നേരെ ഇങ്ങോട്ട് സ്വിച്ച് ആവും. പിന്നെ അടുത്തൊരു ക്യാൻഡിൽ എന്തുണ്ടാവണം? ക്ലോസ് തരണം. ക്ലോസ് തരാണ്ട് കുറേ വിക്കുകൾ ഇങ്ങനെ ഉണ്ടാക്കി പോയി. അതൊക്കെ അവിടെ കാണാം. നിങ്ങൾ ലൈവ് മാർക്കറ്റിൽ ഇരിക്കുമ്പോൾ വിക്ക് ഇതുപോലെ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വീണ്ടും ഇങ്ങോട്ട് സ്വിച്ച് ആവും. അങ്ങനെ സ്വിച്ചായി പോകും. ചേഞ്ച് ഓഫ് ക്യാരക്ടർ ഉണ്ടാവില്ല. സ്വിച്ച് ആവല് മാത്രമേ ഉണ്ടാവൂ. 10 ക്യാൻഡലിൻ്റെ വിക്കാണ് ഉണ്ടായിക്കെന്ന് വെച്ചാൽ 10 ക്യാൻഡലിൻ്റെ വിക്കിൻ്റെ അങ്ങോട്ടാണ്ട് പോകും ചേഞ്ച് ഓഫ് ക്യാരക്ടർ. അവിടെ ചേഞ്ച് ഓഫ് ക്യാരക്ടർ ഉണ്ടായിന്ന് പറയാൻ പറ്റില്ല. മാർക്കറ്റ് ഡൗൺ ട്രെൻഡിലായിന്ന് പറയാൻ പറ്റില്ല. എപ്പോൾ ക്ലോസ് വരുന്നു അപ്പം മാത്രമേ അത് പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ക്യാൻഡിൽ ക്ലോസ് നിർബന്ധമാണ്. ഓക്കെ, ക്ലോസ് തന്നു. ഇനി എന്ത് വേണം? ഇനി ഇങ്ങോട്ട് പോവാം. ഇവിടെ ക്ലോസ് തന്നതിന് ശേഷം മാർക്കറ്റ് എന്ത് ചെയ്യാണ്? ഈ റീസൻ്റ് ആയിട്ടുള്ള ഒരു പുൾ ബാക്ക്, ഇതൊക്കെ ഇങ്ങനെ പുൾ ബാക്കായിട്ട് കണക്കാക്കില്ല. സോ ഞാനിവിടെ ഇതൊന്നൊരു പുൾ ബാക്ക് ആക്കി മാറ്റുകയാണ്. ഓക്കെ, ഇതിനൊക്കെ ഇവിടെ നിന്ന് മാറ്റി വെച്ചു. ആവശ്യം വരുന്നുള്ളത് കൊണ്ടാണ് ഇവിടെ നിന്ന് എടുത്ത് മാറ്റണത്. ചേഞ്ച് ഓഫ് ക്യാരക്ടർ സംഭവിച്ചു. സോ മാർക്കറ്റ് എന്ത് ചെയ്യാണ്? ഇവിടെ നിന്ന് തിരിച്ചു പോവുകയാണ്. അപ്പോൾ ഇവിടെ ഒരു പുൾ ബാക്ക് ഉണ്ട്. ഈ പുൾ ബാക്ക് തരുമ്പോഴേ മാർക്കറ്റ് എന്തുണ്ടാവുള്ളൂ? ഈ പുൾ ബാക്കിനെ മാർക്കറ്റ് എടുക്കണം. അങ്ങനെ വന്ന് ഈ പുൾ ബാക്കിനെ എടുക്കണം. അപ്പോൾ എന്തായി? ഇത് IDM ആയി. ശേഷം മാർക്കറ്റ് എന്ത് ചെയ്തു? തിരിച്ചു പോയി ഇവിടെ ക്ലോസ് തന്നു. അപ്പോൾ എന്താ സംഭവിച്ചത്? ഇനി നമുക്ക് ഇതിനൊന്ന് മാർക്ക് ചെയ്യാം. ചാർട്ട് കണ്ടിന്യൂ ചെയ്യുമ്പോൾ ഇതെന്തായി? ഇത് IDM ആയി. ഓക്കെ, സോ തിരിച്ചു വന്നു, പോസ് ഉണ്ടാക്കി. അപ്പോൾ എന്താ അവിടെ സംഭവിച്ചേ? ഇവിടെ ഒരു വാലിഡ് ആയിട്ടുള്ള ഈ IDM സംഭവിക്കുമ്പോൾ ഈ ഒരു ഇതൊരു ലോവർ ലോ ആയിട്ട് മാർക്ക് ചെയ്യും. അതായത് ഒരു വാലിഡ് ലോ. അതായത് ഇതിന് മുമ്പ് ഒരു ലോ ഉണ്ടാവും, അത് ഈ ഒരു ലോ ആയിരിക്കും. ഇത് ലോവർ ലോ ആയിട്ട് മാർക്ക് ചെയ്യും. ഇത് ഹയർ ലോ ആയിട്ടാണ് മാർക്ക് ചെയ്തത്, കാരണം മാർക്കറ്റ് താഴ്ന്ന് മേലേക്ക് വരുമായിരുന്നു. ഇത് ലോവർ ലോ ആയിട്ട് മാർക്കറ്റ് മാർക്ക് ചെയ്യും. ഓക്കെ, ഒരു വാലിഡ് ലോ ആയിട്ട് മാർക്കറ്റ് മാർക്ക് ചെയ്യും. ഇനി ഇതിൻ്റെ താഴെ ലോ ഉണ്ടാകുമ്പോഴാണ് ലോവർ ലോ. ഇനിയിപ്പോൾ ഇത് ഇതിൻ്റെ മുമ്പ് ഒരു ലോ ഇല്ലല്ലോ വാലിഡ് ആയിട്ട്, അതുകൊണ്ട് ഇത് ലോവർ ലോ ആവുമെന്നൊന്നും ചോദിച്ചു വരണ്ട. ഇത് നമ്മളിതിൻ്റെ കൺസെപ്റ്റ് മനസ്സിലാക്കുക. ഓക്കെ,
ഇതൊരു ലോ വാലിഡ് ആയിട്ടുള്ള ലോ ആയി. ഇനി ഇതിൻ്റെ താഴത്തേക്ക് ഒരു ലോ മാർക്ക് ചെയ്യുമ്പോൾ ലോവർ ലോ ആയിട്ട് മാർക്ക് ചെയ്തേക്ക്, കുഴപ്പമില്ലല്ലോ. അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നമ്മൾ പോവുകയാണെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളിൽ കുടിയും കിടക്കട്ടോ, ഞാൻ കാര്യമായിട്ട് പറയാം. സോ ഒരു ലോവർ ലോ ആയി, വാലിഡ് ആയിട്ടുള്ള ലോ ആയി എപ്പോൾ IDM സംഭവിക്കുമ്പോൾ. L എന്ന് മാർക്ക് ചെയ്യണോ അതോ ലോവർ ലോ എന്ന് മാർക്ക് ചെയ്യണോ? റെഡിൽ മാർക്ക് ചെയ്യാം. ഒരു ലോവർ ലോ മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് IDM എടുക്കുമ്പോഴാണ്. IDM എടുത്തപ്പോൾ ബോസ് പോയിന്റ് ഉണ്ടായി, ലോവർ ലോ ഉണ്ടായി, അല്ല ഒരു വാലിഡ് ലോ ഉണ്ടായി. കൺഫ്യൂഷൻ വേണ്ട. വാലിഡ് ലോ ഉണ്ടായി. ആ വാലിഡ് ലോനെ മാർക്കറ്റ് ക്ലോസ് ചെയ്തപ്പോൾ ബോസ് സംഭവിച്ചു. സോ ഇവിടെ എന്തായി? ഇത് ചോക്ക് പോയിൻ്റായി. ആ ചോക്ക് പോയിൻറ്റിനെ തന്നെയാണ്, അതായത് ബോസ് സംഭവിച്ചു കഴിഞ്ഞാൽ മാത്രമാണ് ഇതൊരു ലോവർ ഹൈ ആയിട്ട് മാർക്ക് ചെയ്യുള്ളൂ. ഈ പോയിന്റിനെ ലോവർ ഹൈ ആയി, ഇതൊരു ലോവർ ഹൈ ആയിട്ട് മാർക്ക് ചെയ്തു. അതുപോലെ തന്നെ ഈ ചോക്ക് പോയിന്റ് ഇതായി ചോക്ക് പോയിന്റ്. നെക്സ്റ്റ് ചോക്ക് പോയിന്റ് ഇതായി മാറി. ഇതായി ചോക്ക് പോയിന്റ്. ഓക്കെ, ഇവിടെ ബോസ് പോയിന്റ് ഉണ്ടായി. ശേഷം മാർക്കറ്റ് കണ്ടിന്യൂ ചെയ്യുന്ന സമയത്ത് മാർക്കറ്റ് വീണ്ടും ഒരു വാലിഡ് ആയിട്ടുള്ള പുൾ ബാക്ക് ഉണ്ടാക്കി വന്നു. അതിനെ വീണ്ടും എടുത്തിട്ട് വീണ്ടും ഹൈ ഉണ്ടാക്കുമ്പോൾ ഇത് തന്നെ ഇവിടെ കണ്ടിന്യൂ ചെയ്ത് പോകും. ഇവിടെ അപ്പം എന്തുണ്ടായേ? ഇവിടെ ഇത് IDM ആയി മാറി. IDM ആയി. ഈ ചോക്ക് പോയിന്റ് അവിടെ നിന്ന് ഇങ്ങോട്ട് സ്വിച്ചായി. ഓക്കെ, റീസെൻ്റ് ആയിട്ടുള്ള പുൾ ബാക്ക് മാത്രം എടുത്താൽ മതി IDM ആവാൻ. ഇവിടെ ക്ലോസ് വന്നു, ഇവിടെ ബോസ് സംഭവിച്ചു. ഓക്കെ, മാർക്കറ്റിന് ഇങ്ങനെയാണ് സ്ട്രക്ചർ മാപ്പ് ചെയ്യുക. ഇങ്ങനെ മാർക്കറ്റിനെ സ്ട്രക്ചർ മാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് അപ്പ് ട്രെൻഡിലാണോ ഡൗൺ ട്രെൻഡിലാണോ, മാർക്കറ്റിൽ നമുക്ക് അപ്പിലേക്ക് ട്രേഡ് പ്ലാൻ ചെയ്യാൻ പറ്റുമോ അതോ ഡൗണിലേക്കാണോ ട്രേഡ് പ്ലാൻ ചെയ്യേണ്ടത്, ഇനിയിപ്പോൾ ഒരു വാലിഡ് ആയിട്ടുള്ള ലോ ഉണ്ടായിട്ടുണ്ടോ, വാലിഡ് ആയിട്ടുള്ള ഒരു ഹൈ ഉണ്ടാക്കിയിട്ടുണ്ടോ, മാർക്കറ്റ് വാലിഡ് ആയിട്ടുള്ള ഹൈനെ സ്വീപ്പാണോ ചെയ്തിരിക്കുന്നത്, വാലിഡ് ആയിട്ടുള്ള ലോനെ സ്വീപ്പാണോ ചെയ്തിരിക്കുന്നത്, അവിടുത്തെ ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്തോ, ഇങ്ങനെയുള്ള ഒരുപാട് ഇൻഫർമേഷൻസ് നിങ്ങളുടെ മൈൻഡിൽ കിട്ടും. ഇനി നമുക്ക് എന്ത് ചെയ്യാം? സ്ട്രക്ചർ മാപ്പ് ചെയ്യാം. ഇത് ഗോൾഡിൻ്റെ 1 ഡേൻ്റെ ചാർട്ടാണ്. അയ്യോ എന്ത് ചന്ത കാണാൻ, ഡിലീറ്റ് ചെയ്യണേ. 1 ഡേൻ്റെ ചാർട്ടാണ് ഇത്. ഞാൻ 5 മിനിറ്റ്സിലേക്ക് പോവാണ്. എനിക്കൊരു ലോ വേണം. ഓക്കെ, സോറി. 1 ഡേൻ്റെ ചാർട്ടിൽ നമുക്ക് എന്ത് ചെയ്യാം? ഒരു ഹൈയും ലോയും മാർക്ക് ചെയ്യാം. അപ്പോഴേക്കും സ്വിച്ചായി. ഇവിടെ ഒരു ലോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് മാർക്കറ്റ്. ഡേൻ്റെ ക്യാൻഡലിൽ ലോയും ഹൈയും മാർക്ക് ചെയ്യാണ്. ഒരു ഹൈയും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് മാർക്കറ്റ്. സോ ഇതൊരു വാലിഡ് പുൾ ബാക്കാണ്. മാർക്കറ്റ് ഇതിനെടുത്തപ്പോൾ IDM സംഭവിച്ചു നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇത് വാലിഡ് ആയിട്ടുള്ള ഒരു ലോ ആയി മാറി. ഇതിവിടെ ക്ലോസ് ചെയ്ത് തന്നു കഴിഞ്ഞാൽ ഇത് വാലിഡ് ആയിട്ടുള്ള എന്താവും ചോക്ക് പോയിൻ്റ് ആവും. ഓക്കെ, എനിവേ ഇപ്പോൾ അവിടെ നിൽക്കട്ടെ. നമ്മളിത് 5 മിനിറ്റ്സിലേക്ക് പോവുകയാണ്. എന്നിട്ട് നമ്മളൊന്ന് സ്ട്രക്ചർ മാപ്പ് ചെയ്യാൻ പഠിക്കാം. അതിന് ശേഷമല്ലേ അപ്പോൾ അതൊക്കെ നോക്കേണ്ടത്.
ഒരു പോയിന്റ് നമുക്ക് ലോ പോയിന്റ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ നിന്ന് എങ്ങനെയാണ് സ്ട്രക്ചർ മാപ്പ് ചെയ്ത് പോകാമെന്ന് നോക്കുക നമ്മൾ. ഇതൊരു ലോ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, നമ്മൾ ഇവിടെ നിന്ന് മുകളിലേക്കാണ് പോകുന്നത്. ഇപ്പോൾ പ്രീവിയസ് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് നമ്മൾ ബോധേഡല്ല. ക്ലിയർ? ഇനി ഇതിനെക്കുറിച്ചിട്ട് നിങ്ങൾ തിങ്ക് ചെയ്യേണ്ട, ഈ ഒരു ഏരിയനെ കുറിച്ച് ചിന്തിക്ക് ചെയ്യേണ്ട. ഇവിടെ മുതലാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. ഒരു ലോ മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്ന് മാർക്കറ്റ് മുകളിലേക്ക് പോവാം. ഇവിടെ ഏതെങ്കിലും തരത്തിൽ പുൾ ബാക്ക് നിങ്ങൾ കാണുന്നുണ്ടോ? ഈ ഹൈ ഉണ്ടാക്കുന്നതിൻ്റെ ഇടയിൽ ഒരു പുൾ ബാക്കും മാർക്കറ്റ് ഉണ്ടാക്കിയിട്ടില്ല. സോ ഇവിടെ ഒരു ലോ ഉണ്ടാക്കി, മാർക്കറ്റ് വീണ്ടും ഹൈ ഉണ്ടാക്കി. അപ്പോൾ പുൾ ബാക്ക് ഏതാണ്? ഒരു ക്യാൻഡിലിൻ്റെ ലോ എടുത്തിട്ടുള്ള പുൾ ബാക്ക് ഇതാണ്. ഈ ക്യാൻഡിലിൻ്റെ ലോ ആണ് ഈ ക്യാൻഡിൽ എടുത്തത്. അത് പുൾ ബാക്ക് ആവും എപ്പോഴാണ്? മുകളിലേക്ക് പോകുമ്പോഴാണ്, അത് ക്ലോസ് തരുമ്പോൾ. കാരണം റീസെൻ്റ് ആയിട്ടുള്ള ഹൈൻ്റെ മേലെ ക്ലോസ് ചെയ്യുമ്പോഴാണ് ഇത് നമ്മൾ ഒരു വാലിഡ് ആയിട്ടുള്ള പുൾ ബാക്ക് ആയിട്ട്. പുൾ ബാക്ക് ഇതിനെതിരെ എടുത്തിട്ട് മേലെ ക്ലോസ് ചെയ്യുമ്പോൾ തന്നെ ഇത് പുൾ ബാക്ക് ആയി. പക്ഷേ നമുക്ക് IDM ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് വേണം? ഒരു പുതുതായിട്ടുള്ളൊരു ഹൈ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ റീസെൻ്റ് ആയിട്ടുള്ള പുൾ ബാക്ക് ആയിട്ട് കൺസിഡർ ചെയ്താണ് ഇവിടെ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു. ഈ പുൾ ബാക്ക് വന്ന് എടുത്തിട്ടില്ല. ഞാൻ പറഞ്ഞു ബാക്കിലേക്കുള്ള ക്യാൻഡിൽസ് നോക്കരുതെന്ന്. വെറുതെ ഇനി കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ നിൽക്കണ്ട. ഇനി ഇങ്ങോട്ട് വരിക, ഇത് നോക്കി നോക്കാം. ഇവിടെ എന്താ മാർക്കറ്റിൽ സംഭവിച്ചത്? ഇതൊരു ഇൻസൈഡ് ബാറാണ്. ഇവിടെ മാർക്കറ്റ് ഇതിപ്പോൾ വാലിഡ് പുൾ ബാക്കാണ്, അവിടെ നിൽക്കട്ടെ. ഇവിടെ ഇൻസൈഡ് ബാറാണ് മാർക്കറ്റ് ഗ്രാബ് ചെയ്തിരിക്കുന്നത്. നമ്മൾ പറഞ്ഞു ഇൻസൈഡ് ബാർ ഗ്രാബ് ചെയ്തിട്ട് ഒരു കാര്യമില്ല. എന്താണ് ഇത്ര നിർബന്ധം? ഇവിടെ ഇൻസൈഡ് ബാറാണ് ഗ്രാബ് ചെയ്തിരിക്കുന്നത്. ഈ ക്യാൻഡിൽ എന്തെങ്കിലും കാര്യമുണ്ടോ? ഒരു ക്യാൻഡിലും ഒരു കാര്യമില്ല. പുതുതായിട്ടുള്ള ഒരു ഹൈ ഉണ്ടാക്കുന്നത് ഈ ക്യാൻഡിലാണ്. ഈ രണ്ട് ക്യാൻഡിൽ ഇൻസൈഡ് ബാറാണ്. സോ മാർക്കറ്റ് ഇവിടെ നിന്ന് ഈ ഒരു ഹൈ ഉണ്ടാക്കിയപ്പോൾ ഈ ഒരു ക്യാൻഡിലിൻ്റെ ലോ എടുത്തതും കൊണ്ട് ഒരു പ്രത്യേകിച്ച് ഒരു കാര്യമില്ല. കാരണം ഇത് ലോ ഇൻസൈഡ് ബാറിൻ്റെ ക്യാൻഡിൽ ലോയാണ് ഇത് എടുത്തിരിക്കുന്നത്. സോ ഈ ഒരു ക്യാൻഡിലിൻ്റെ ലോ ഇത് എടുത്തിട്ടുണ്ട്. ഇതൊരു വാലിഡ് ക്യാൻഡിലാണ്. ഇതിൻ്റെ ലോ ഈ ക്യാൻഡിൽ എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് എന്തായി? ഇതിൻ്റെ മുകളിലേക്ക് പോകുമ്പോൾ ഇതൊരു പുൾ ബാക്കായിട്ട് കൺസിഡർ ചെയ്യാം. മുകളിലേക്ക് വന്നു, ഇവിടെ മാർക്കറ്റ് മുകളിലേക്ക് എത്തിയിട്ടുണ്ട് ഇവിടെ. പക്ഷേ അത് തിരിച്ചു പോയി താഴത്തെ ക്യാൻഡിലിൻ്റെ ലോ എടുത്തിട്ടില്ല. അത് ഈ വാലിഡ് പുൾ ബാക്ക് എടുത്തില്ല. അതുകൊണ്ട് IDM ഒന്നും സംഭവിച്ചിട്ടില്ല. തിരിച്ച് മാർക്കറ്റ് മുകളിലേക്ക് കയറി. മാർക്കറ്റ് ഈ ഒരു ഹൈ ഉണ്ടാക്കുന്ന സമയത്ത് ഇതൊന്നും ഇതിൻ്റെ ലോ എടുത്തിട്ടില്ല. ഓക്കെ, ഈ ക്യാൻഡിലിൻ്റെ ലോ ഈ ഒരു ക്യാൻഡിൽ എടുത്തു. സോ അതൊരു വാലിഡ് പുൾ ബാക്കാണ്. ഇനി മാർക്കറ്റ് ഇവിടെ നിന്ന് ഇങ്ങനെ കയറിപ്പോയി പുതിയ ഹൈകൾ ഉണ്ടാക്കി. ഒരു കാര്യമില്ല, ഒന്നും എടുത്തിട്ടില്ല. പക്ഷേ ഇവിടെ ഒന്നും പുൾ ബാക്കുകളില്ല. മാർക്കറ്റ് ഇവിടെ വന്നിട്ട് ഈ പുൾ ബാക്കിനായിട്ട് മാർക്കറ്റ് ഗ്രാബ് ചെയ്തു. ഈ പുൾ ബാക്കിൻ്റെ പോയിൻ്റ് ഏതാണ്? ഇതാണ്. ഇതിനെ മാർക്കറ്റ് സ്വീപ്പ് ചെയ്താൽ മതി. ക്ലോസ് തന്നാലും എന്തായാലും ഒരു കുഴപ്പമില്ല. ഇതിനെ സ്വീപ്പ് ചെയ്യുന്നതോട് കൂടിയിട്ട് നമ്മൾക്ക് ഈ പോയിന്റിനെ നമ്മൾ എന്താ വിളിക്കുക? വാലിഡ് ആയിട്ടുള്ളൊരു ഹൈ എന്ന് ഇതിനെ വിളിക്കാം. ഹൈ. സോ ഇവിടെ വാലിഡ് ആയിട്ടുള്ള ലോ ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അതെപ്പോഴാണ് ക്രിയേറ്റ് ചെയ്യാം? അല്ലെങ്കിൽ ഒരു മീൻസ് ഹയർ ലോ എപ്പോഴാണ് ക്രിയേറ്റ് ചെയ്യുക? ബോസ് സംഭവിക്കണം. ഇനി ഇവിടെ IDMന് പ്രാധാന്യമില്ല. IDM ഓൾറെഡി എടുത്തു. ഇനി ഇവിടെ പ്രാധാന്യം ഫസ്റ്റ് ഓർഡർ ബ്ലോക്കിനാണ്. അത് ഇനി വരും ലെക്ചറുകളിൽ നമുക്ക് പറയാം. ഇവിടെ ഞാൻ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് തരാം. ഇവിടെ തന്നെ നിങ്ങൾക്ക് നല്ലൊരു എൻട്രി ഉണ്ട്. മാർക്കറ്റ് മുകളിലേക്ക് പോവുകയാണ്. ഫസ്റ്റ് ഓർഡർ ബ്ലോക്കിനെ റെസ്പെക്റ്റ് ചെയ്തു. ബോസ് പോയിന്റിൻ്റെ അല്ലെങ്കിൽ ലാസ്റ്റ് ഓർഡർ ബ്ലോക്ക് വരെ ട്രേഡ്. എത്ര വലിയ ട്രേഡാണ് കിട്ടിയത്. ഇത് പറയാതെ പോകാൻ വയ്യ. ഒരു ഇൻട്രസ്റ്റ് ആയിക്കോട്ടെ വെച്ചിട്ട് പറയാൻ കേട്ടോ. ഒരു ലോങ് പോർഷൻ ഇവിടെ നിന്ന് എങ്ങനെയാണ് മാർക്ക് ചെയ്യുക? എങ്ങനെയാണ് ഇവിടെ ഒരു ലോങ് പോർഷൻ പ്ലാൻ ചെയ്യുക? ഇതന്നെ ലോങ് പോർഷൻ. ഇതാ ലാസ്റ്റ് ഓർഡർ ബ്ലോക്ക് വരെയോ അല്ലെങ്കിൽ FEG വരെ മാർക്ക് ചെയ്താൽ മതി. ഞാൻ FEG വരെ മാർക്ക് ചെയ്തു. ഏറ്റവും കുറവ് തന്നെ ഞാൻ മാർക്ക് ചെയ്തു. സേഫ് ആയിട്ടുള്ള എക്സിറ്റ് പോയിന്റ് 2.4. ഓക്കെ, സി 2.4 ഒരു ട്രേഡാണ്. ഇനി ഈ ട്രേഡ് നിങ്ങൾക്ക് റിഫൈൻ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഈ ട്രേഡ് എടുത്തതിന് ശേഷം വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ഇതൊരു കൺഫർമേഷൻ എന്നുള്ള നിലയ്ക്ക് ഇവിടെ ടാപ്പ് ചെയ്തതിന് ശേഷം മാർക്കറ്റ് ഇവിടെ ഒരു
5 മിനിറ്റ്സിൽ ഇവിടെ FEGs ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, വോളറ്റൈലായിട്ട് മാർക്കറ്റ് മൂവ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ മൂവ് ചെയ്യുമ്പോൾ നമ്മൾ ഭാവിയിലൊക്കെ ട്രേഡ് പ്ലാൻ ചെയ്യുക, ഈ ഒരു ക്യാൻഡിലിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നമുക്ക് ട്രേഡ് പ്ലാൻ ചെയ്യാം. ഇവിടെ ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് തന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ ആകുമ്പോൾ ലോങ് പൊസിഷൻ എത്രയാണ് ടാർജറ്റ്? നിങ്ങളുടെ ടാർജറ്റിൻ്റെ പെർസെൻറ്റേജ് ഒരുപാട് കൂടിയിട്ടുണ്ടാവും, 5.63 ആയി. എനിവേ ഇങ്ങനെ ഇതൊക്കെ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ നമ്മൾ പഠിക്കണം. ഓക്കെ, ഇവിടെ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? IDM മാർക്ക് ചെയ്യും. ഇത് വാലിഡായിട്ട് ഹൈ ആയിട്ട് നമ്മൾ മാർക്ക് ചെയ്യും. സോ ഈ വാലിഡ് ഹൈയിനെ എപ്പോൾ മാർക്കറ്റ് എടുക്കണോ അപ്പോഴാണ് എന്തുണ്ടാവുക? ഇതിനെടുത്തിട്ടില്ല മാർക്കറ്റ്, എടുത്തിട്ടുണ്ട്. സോ ഇതാണ് ബോസ് പോയിന്റ്. ഇതിൻ്റെ ഇടയിൽ മാർക്കറ്റ് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സ്റ്റൈല് നോക്കി നോക്ക്. ഈ ഒരു ഫസ്റ്റ് ഓർഡർ ബ്ലോക്കിൻ്റെ താഴെ മാർക്കറ്റ് പോയിട്ടുണ്ടോ? നിങ്ങൾ തന്നെ നോക്കി നോക്ക്. സോ ഈ ഫസ്റ്റ് ഓർഡർ ബ്ലോക്കിനെ ബ്രേക്ക് ചെയ്യുക, അത് ഫസ്റ്റ് ഓർഡർ ബ്ലോക്കിൽ ടാപ്പ് ചെയ്ത ഈ ക്യാൻഡലിനെ റെസ്പെക്ട് ചെയ്തിട്ടേ മാർക്കറ്റ് ഇവിടെ ബിഹേവ് ചെയ്തിട്ടുള്ളൂ. സോ എത്ര നേരം കൊണ്ടാണ് നിങ്ങൾക്കൊരു ട്രേഡ് ക്യാച്ച് ചെയ്യാൻ പറ്റിയത്? ഇനി ഇത് നമുക്ക് എന്ത് ചെയ്യാം? ബോസ് പോയിന്റ് ആയിട്ട് മാർക്ക് ചെയ്യാം. ക്ലോസ് കിട്ടിയിട്ട് അവിടെ അങ്ങനെയാണ് ബോസ് മാർക്ക് ചെയ്യണത്. ഇതെന്തായി? ബോസ് സംഭവിച്ചപ്പോൾ ഇത് ചോക്ക് പോയിൻ്റായി, ഒരു ഹയർ ലോ ആയി. ഓക്കെ, അപ്പോഴാണ് ഇതൊരു ഹയർ ലോ മാർക്ക് ചെയ്യുന്നത്. ഇനി ഇവിടെ നിന്ന് അങ്ങനെ ഇതുപോലെ മാർക്ക് ചെയ്ത് പോവാം. ഇനി ഇവിടെ ഒരു IDM കിട്ടേണ്ടതുണ്ട്, അപ്പോഴാണ് ഹയർ ഹൈ നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ എവിടെയൊക്കെയാണ് പുൾ ബാക്ക്? ഇതൊരു പുൾ ബാക്കാണ്. പോവാം, നമുക്ക് വണ്ടിയും കൊണ്ട് ഇങ്ങനെ പോവാം കുറച്ച് ദൂരം. ഇനി ഈ ഹൈയിന് ശേഷം എവിടെയാണ് പുൾ ബാക്ക്? ഇതൊരു പുൾ ബാക്കാണ്. ഈ ഒരു ഹൈ ഈ ഒരു ക്യാൻഡിൽ എടുത്തിട്ടുണ്ട് കേട്ടോ, കാണുന്നില്ലെങ്കിൽ ഒന്നും കൂടി സൂം ചെയ്യാം. ഓക്കെ, ശേഷം മാർക്കറ്റ് മുകളിലേക്ക് പോയി. ഇതൊന്നും ഹൈസ് ലോസ് എടുത്തിട്ടില്ല. ഈ ഒരു ഹൈ ഉണ്ടാക്കുന്നവരെ വേറെ ഒന്നും എടുത്തിട്ടില്ല. ഇവിടെ നിന്ന് പിന്നെ മാർക്കറ്റ് താഴെ പോയി. ഈ ക്യാൻഡലിൻ്റെ ലോ ഇതെടുത്തു. ഇവിടെ ഒരു വാലിഡ് ആയിട്ടുള്ള പുൾ ബാക്ക് ഉണ്ട്. മാർക്കറ്റ് ഈ ലോ ഇതെടുത്തിട്ടുണ്ട്. സോ ഇവിടെയും ഒരു വാലിഡ് ആയിട്ടുള്ള പുൾ ബാക്ക് ഉണ്ട്. ഈ ഒരു ഹൈ ഉണ്ടാക്കിയതിന് ശേഷം ഈ ഒരു ലോ വന്നെടുത്തു. സോ IDM സംഭവിച്ചു. IDM ഈ ഒരു പുൾ ബാക്ക് എടുത്താൽ മതി, ഇതിനൊന്നും വേണ്ടി വെയിറ്റ് ചെയ്യണ്ട. ഇവിടെ IDM സംഭവിച്ചിട്ട് എന്തായി? IDM സ്വീപ്പാണ്. ട്രേഡ് ഉണ്ടോ? ഇല്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം ഇങ്ങനെ. അതാ ഞാൻ പറഞ്ഞത്, മാർക്ക് ചെയ്ത് പോകുമ്പോൾ മനസ്സിലാവും. അടുത്തുള്ള IDM ഈ ഒരു ക്യാൻഡിൽ സ്വീപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു ട്രേഡ് പ്ലാൻ ചെയ്യേണ്ടത് ഒരിക്കലും അല്ല. ഇങ്ങനെ അടുത്തുള്ള IDM ആവുമ്പോൾ തന്നെ അത് മാർക്കറ്റ് സ്വിച്ച് ചെയ്യാനാണ് പ്ലാൻ ചെയ്തിട്ടാണ് ഇവിടെ ഒരു IDM ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ വരും ലെക്ചറുകളിൽ ഇതിൻ്റെയൊക്കെ അഡ്വാൻസ് നമ്മൾ പോകുമ്പോൾ എവിടെയൊക്കെ നമുക്ക് കൃത്യതയുള്ള എൻട്രി കിട്ടുന്നതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകും. ആദ്യം നിങ്ങൾ എൻ്റെ എസെൻഷ്യലായിട്ടുള്ള ഗ്രൂപ്പിലേക്കൊന്ന് കയറി വാ, എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറയാം. ആദ്യം നിങ്ങളൊന്ന് കയറി വാ. കൈ ഞാൻ നീട്ടി വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ കിടക്കുകയാണ്, വാ മക്കളെ എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, സോ ഗ്രൂപ്പിൽ നമ്മൾ അത്രയും കെയർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, അത്രയും നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് ഗ്രൂപ്പിന്. കാരണം പൈസ, ഞാൻ പറഞ്ഞല്ലോ, ഇത് പൈസ മേടിച്ച് പഠിപ്പിക്കാൻ പറ്റുന്ന ഒരു സാധനമല്ല. അങ്ങനെ പഠിപ്പിച്ചതും കൊണ്ട് എല്ലാവരും പഠിക്കാൻ പറ്റില്ല. ഇത് പാഷനായിട്ട്. ഇതിപ്പോൾ നിങ്ങൾ ആർക്കും എന്നോട് വന്നിട്ട് ഒരു ചോദ്യം ചോദിക്കാൻ പറ്റില്ല. ഇത് സംശയം ചോദിക്കുന്നതല്ല, നീ എന്താണ് എന്നെ പഠിപ്പിക്കാത്തതെന്ന് ചോദിക്കാൻ പറ്റില്ല. കാരണം ഞാൻ നിങ്ങളുടെ ഒന്നും ഒരു ഉറുപ്പ്യ വാങ്ങിയിട്ടില്ല. എനിക്കിപ്പോൾ നിങ്ങളോടുള്ള കമ്മിറ്റ്മെൻ്റ് എന്ന് പറയുന്നത് എൻ്റെ മനസ്സാക്ഷിയുടെ കമ്മിറ്റ്മെൻറ്റ് മാത്രമാണ്. ഓരോ കമ്മിറ്റ്മെൻറ്റും ഞാൻ നിങ്ങളുടെ അടുത്ത് ഉണ്ടാക്കി വെച്ചിട്ടില്ല. എൻ്റെ ടൈം ഞാൻ സ്പെൻഡ് ചെയ്യുന്നുണ്ട്, അത് കേൾക്കാൻ വേണ്ടി നിങ്ങൾ വന്നിട്ടുണ്ട്. ഓക്കെ, ഞാൻ നിങ്ങൾ ആരെയും വിളിച്ചു വരുത്തിയതല്ല, കയറി വാ അങ്ങോട്ട് വാ എൻ്റെ ഇതിലാക്ക്. ഞാൻ ഗ്രൂപ്പിന് ലിങ്ക് ഇട്ടു, പഠിക്കണം, വന്നോ, പഠിക്കണ്ടേ, പോയിക്കോ, അത്രേ ഉള്ളൂ. എൻ്റെ കമ്മിറ്റ്മെൻറ്റ് എൻ്റെ മനസ്സാക്ഷിനോടാണ്. ഞാൻ അതിൽ ആത്മാർത്ഥ ഉള്ളവനാണ്, എനിക്കതിന് ആത്മാർത്ഥത കാണിച്ചേ പറ്റൂ. ഓക്കെ,
അതിന് വേണ്ടിയിട്ടാണ് ഞാനിതൊക്കെ ചെയ്യുന്നത്. സോ ആ ആത്മാർത്ഥത നിങ്ങൾ തിരിച്ചും കാണിക്കുക. നിങ്ങൾക്കിത് ഫ്രീ ആയി കിട്ടാമെന്ന് ഒരിക്കലും മക്കളെ നിങ്ങൾ വിചാരിക്കേണ്ടത്. ഫ്രീ ആയി കിട്ടുന്ന ഒരു സാധനമല്ല. ഞാനിതിന് വേണ്ടിയിട്ട് വലിയ എമൗണ്ട് ചിലവാക്കിയിട്ടുണ്ട്. അത് ചിലപ്പോൾ എൻ്റെ ക്ലാസ് കേൾക്കാൻ വന്ന നിങ്ങളാരും ട്രേഡിങ്ങിൽ പഠിക്കാൻ വേണ്ടിയിട്ട് അത്രയും വലിയ എമൗണ്ട് ചിലവാക്കിയിട്ടുണ്ട്. നശിപ്പിച്ചിട്ടുണ്ടാവും. പഠിക്കാൻ വേണ്ടി ചിലവാക്കിയിട്ടുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല. അത്രയും വലിയ കോഴ്സൊന്നും ആരും പെയ്ഡ് കോഴ്സുകളൊന്നും ആരും നടത്തുന്നില്ല. ഓക്കെ, സോ എൻ്റെ ട്രേഡിങ് കരിയർ പൈസ കൊടുത്ത് ആർക്കും പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒന്നായിട്ട് എനിക്കത് വില മതിക്കാനാവാത്തതാണ് എൻ്റെ എക്സ്പീരിയൻസും എൻ്റെ കരിയറും എൻ്റെ അറിവുകളും. അതുകൊണ്ട് തന്നെ നിങ്ങൾ എനിക്ക് തരേണ്ടത് നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ടും നിങ്ങളുടെ പാഷനായിട്ട് നിങ്ങളിതിനെ കാണലാണ്. തനിയെ നിങ്ങളിലേക്ക് ഞാനിത് പകർന്നു തന്നോളും. ഓക്കെ, അതാണ് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത്. IDM സംഭവിച്ചു. സോ ഇവിടെ ഉള്ള ഫസ്റ്റ് ഓർഡർ ബ്ലോക്ക് ഇതാണ്. ഇവിടെയുള്ള ഫസ്റ്റ് ഓർഡർ ബ്ലോക്ക് ഇതാണ്. മാർക്കറ്റ് ഇവിടെ തന്നെ റെസ്പെക്റ്റ് ചെയ്യുന്നത് പോലെ കാണിച്ചു. എന്തെങ്കിലും കാര്യമുണ്ടോ? മാർക്കറ്റ് തന്നെ റെസ്പെക്റ്റ് ചെയ്യുന്ന പോലെ കാണിച്ചു. ഇതിനെ സ്വീപ്പ് ചെയ്തു. മാർക്കറ്റ് ഇത്രയും നേരം റെസ്പെക്റ്റ് ചെയ്യുന്നത് പോലെ കാണിച്ചു. ഇതിനെ സ്വീപ്പ് ചെയ്തു. ഇതിനെ സ്വീപ്പ് ചെയ്യാണ്ട് ഇവിടെ നിന്നൊരു ഡിസ്പ്ലേസ്മെൻറ്റ് തന്നിട്ടുണ്ടായിരുന്നെങ്കിൽ നമുക്കൊന്ന് തിങ്ക് ചെയ്യായിരുന്നു. പക്ഷേ ഇവിടെ ഡിസ്പ്ലേസ്മെൻറ്റ് തന്നത് ഇതിനെ സ്വീപ്പ് ചെയ്തതിന് ശേഷമാണ്. എനിവേ മാർക്കറ്റ് വീണ്ടും താഴത്തേക്ക് പോയി. ഇതൊക്കെ നമ്മൾ അഡ്വാൻസ് ആയിട്ടുള്ള ഈ കാര്യങ്ങളിൽ പറയും. ഇതിൻ്റെ ലാസ്റ്റ് ഓർഡർ ബ്ലോക്ക് ഏതാണ്? ഇവിടെ ഇതിന് മുമ്പ് ഇതാണ് IDM പോയിൻ്റ്, ബോസ് പോയിൻ്റ് ആണ് കേട്ടോ അത്. ഓക്കെ, IDM ഇവിടെ സംഭവിച്ചു. മാർക്കറ്റ് താഴെ വരെയാണ്. ഇതിൻ്റെ ലാസ്റ്റ് ഓർഡർ ബ്ലോക്ക് എന്ന് പറയുന്നത് ഇതിൻ്റെ മുമ്പ് ഉണ്ടായിട്ടുള്ള ബോസ് ഇതാണ്. ഓക്കെ, ഇവിടെ ബോസ് സംഭവിക്കാത്തത് കൊണ്ട് വാലിഡ് ആയിട്ടുള്ള ബോസ് ഇതാണ്. ഇത് ഉണ്ടാവാൻ കാരണമായിട്ടുള്ള ലോ ഇതാണ്. ഇതല്ലേ ലോ? ഈ ലോ ആണ്. ഇതിലുള്ള ലാസ്റ്റ് ഓർഡർ ബ്ലോക്ക് ഇതാണ്. ഇതൊരു ഓർഡർ ബ്ലോക്ക് അല്ലേ? ഇത് മിറ്റിഗേറ്റഡ് ആണ്. സോ ഇതിൻ്റെ തൊട്ടടുത്ത ഓർഡർ ബ്ലോക്കാണ് ഇതിൻ്റെ ലാസ്റ്റ് ഓർഡർ ബ്ലോക്ക്. ഓക്കെ, മാർക്കറ്റ് ലാസ്റ്റ് ഓർഡർ ബ്ലോക്ക് വരെ വന്നിട്ടില്ല. നമ്മൾ പറഞ്ഞു ഫസ്റ്റ് ഓർഡർ ബ്ലോക്കിന് ശേഷം ലാസ്റ്റ് ഓർഡർ ബ്ലോക്ക് വരാൻ ചാൻസ് ഉണ്ട് എന്ന്. മാർക്കറ്റ് വന്നില്ല. കാരണം എന്താ? ഇതെന്തുകൊണ്ട് വന്നില്ല എന്നുള്ളതൊക്കെ നമ്മൾ വരും വീഡിയോകളിൽ നമ്മളല്ലെങ്കിൽ ഇൻഡെപ്ത് പോകുമ്പോൾ നമ്മൾ പഠിക്കും. കാരണം ഇത് 5 മിനിറ്റ്സിൻ്റെ സ്ട്രക്ചറാണ്. ഇവിടെ വലിയ ടൈം ഫ്രെയിമിൻ്റെ സ്ട്രക്ചർ വന്നിട്ട് ഇവിടെ അതിന് ഇമ്പോർട്ടൻസ് ഉണ്ടാവുമ്പോൾ എന്താവും? ഈ സ്ട്രക്ചറിനേക്കാൾ കൂടുതൽ ആ സ്ട്രക്ചറിന് മാർക്കറ്റ് പ്രാധാന്യം കൊടുക്കും. അതിലെ സപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് തിരിച്ചു കയറിപ്പോകും. ഇവിടെ എന്താ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ദിവസം കഴിഞ്ഞതിന് ശേഷം മാർക്കറ്റ് ഓപ്പൺ ആവുന്നത് തന്നെ മേലെയാണ്. മേലെ ക്ലോസ് വന്നു. സോ ഇത് ഓൾറെഡി ബോസ് സംഭവിച്ചു. ഓക്കെ, സോ ഇവിടെ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു. ഈ ബോസ് സംഭവിച്ചത് കൊണ്ട് ഇതിൻ്റെ ലോവസ്റ്റ് പോയിൻ്റ്, ആ ലോ പോയിൻ്റാണ് ഇതിൻ്റെ ചോക്ക് പോയിൻ്റ്. ഇതാണ് ഇതിൻ്റെ ലോ പോയിൻ്റ്, ഇതാണ് ഇതിൻ്റെ ചോക്ക് പോയിൻ്റ്. ഇത് ബോസ്. മേലെ ക്യാൻഡിൽ ക്ലോസ് ആയതുകൊണ്ട് ഇത് ബോസ്. നെക്സ്റ്റ് ഇവിടെ IDM ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ലാസ്റ്റുള്ള പോയിൻ്റ് ഇവിടെ ഈ ഒരു ഹൈ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ വാലിഡ് ആയിട്ടുള്ള പുൾ ബാക്ക് ഏതാണ്? ഇവിടെ ഒരു ക്യാൻഡിലുണ്ട് തോന്നുന്നു. ഇതൊരു ക്യാൻഡിലായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, മാർക്കറ്റ് ഈ ക്യാൻഡിലിൻ്റെ ലോ ഇതെടുത്തു. ഹൈ ഉണ്ടാക്കിയിട്ടില്ല, അതുകൊണ്ട് തന്നെ താഴത്തേക്ക് പോവുകയാണ് മാർക്കറ്റ്. ഇവിടെ പുൾ ബാക്ക് ആയിട്ട് കൺസിഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ലോ എടുത്തിട്ടുള്ള ക്യാൻഡിലിൻ്റെ ഇതായിരിക്കും വാലിഡ് പുൾ ബാക്ക്. ഇതുവരെ ഒന്നും മാർക്കറ്റ് IDM എടുക്കാൻ വന്നിട്ടില്ല. മാർക്കറ്റ് ഇങ്ങനെ പോയി ഇവിടെ ഈ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു. സോ ഇവിടെ ഒന്നും എന്തില്ല, ഈ വിങ്ങിൽ പുൾ ബാക്ക് ഇല്ല ഇങ്ങനെ ഓപ്പൺ ആയതുകൊണ്ട്. സോ ഈ മാർക്കറ്റ് ഇവിടെ ഹൈ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ ഏത് ലോ ആണ് എടുത്തിരിക്കുന്നത് നോക്കി നോക്കാം. ഈ ഒരു ക്യാൻഡലിൻ്റെ ഉള്ളിലാണ് ഇതെല്ലാം.
സോ ഇതൊരു വാലിഡ് ആയിട്ടുള്ള പുൾ ബാക്ക് ആവണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ക്യാൻഡിൽ എടുക്കാൻ പറ്റുള്ളൂ. ഈ ഒരു ക്യാൻഡിലാണ് ഈ ക്യാൻഡിലിൻ്റെ ലോ എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ലോ എടുത്തിരിക്കുന്നത് ഈ ക്യാൻഡിലാണ്. മാർക്കറ്റ് ഇവിടെ നിന്ന് മുകളിലേക്ക് പോയി. സോ ഇത് പുൾ ബാക്കാണ്. ഈ ഹൈ ഉണ്ടാക്കുമ്പോഴുള്ള വാലിഡ് ആയിട്ടുള്ള റീസെൻ്റ് ആയിട്ടുള്ള പുൾ ബാക്ക്. മാർക്കറ്റ് വീണ്ടും ഹൈ ഉണ്ടാക്കി, ഇവിടെ വീണ്ടും പുൾ ബാക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. ഓക്കെ, പിന്നെ മാർക്കറ്റ് ഹൈ ഉണ്ടാക്കി, ഇവിടെ വീണ്ടും ഒരു പുൾ ബാക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. വീണ്ടും മാർക്കറ്റ് ഹൈ ഉണ്ടാക്കി, ഇവിടെ മാർക്കറ്റ് റീസെൻ്റ് ആയിട്ടുള്ള പുൾ ബാക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ പുൾ ബാക്കിനെ മാർക്കറ്റ് ഹൈ ഉണ്ടാക്കിയതിന് ശേഷം സ്വീപ്പ് ചെയ്തു. അപ്പോൾ IDM ആയി. സി പിന്നെ ഈ പുൾ ബാക്കൊക്കെ ലിക്വിഡിറ്റീസ് ആണ്. പക്ഷേ ഇവിടെയാണ് IDM സംഭവിച്ചത്. മാർക്കറ്റ് താഴത്തേക്ക് വന്നു. ഇവിടെ ഒന്നും ഫസ്റ്റ് ഓർഡർ ബ്ലോക്ക് ഇല്ല. പറയുമ്പോൾ ഞാൻ അതും കൂടി പറഞ്ഞു പോവുകയാണ്. ഫസ്റ്റ് ഓർഡർ ബ്ലോക്കിൻ്റെ താഴെ മാർക്കറ്റ് എന്താ ചെയ്തിരിക്കുന്നത്? ഡയറക്റ്റ് ക്ലോസ് ആണ്. ടച്ചിനും പിടിക്കാനൊന്നും നിന്നിട്ടില്ല. ഇവിടെ ലാസ്റ്റ് ഓർഡർ ബ്ലോക്ക് ഏതാ? ഇവിടെ ബോസ് ഉണ്ടാക്കി. ഇത് എന്താ പറയുക, വലിയൊരു ഏരിയ മാർക്കറ്റ് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത് പോയിക്കാണ്. ഇവിടെ ബോസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ ലോ, ഈ ബോസിൻ്റെ ലോ ഇതാണ്. ഓക്കെ, ഈ ബോസ് ഉണ്ടാക്കിയതിന് ശേഷം ബോസ് ഉണ്ടാകാൻ കാരണമായിട്ടുള്ള ലോ ഏതാ മാർക്കറ്റിൽ? ഈ ഒരു ബോസ് ഉണ്ടാകാൻ കാരണമായിട്ടുള്ള ലോ ഇതാണ്. ഇത് നമ്മൾ മാർക്ക് ചെയ്തെന്നുള്ളൂ, ഇത് ബോസ് അല്ല. സോ ഇവിടെ എപ്പോഴും ലോ ഇതാണ്, ലാസ്റ്റ് ഓർഡർ ബ്ലോക്ക് ഇതാണ്. മാർക്കറ്റ് ഏതുവരെ വന്നു? മാർക്കറ്റ് ഇങ്ങോട്ടൊന്നും വന്നിട്ടില്ല. മാർക്കറ്റ് ഇങ്ങോട്ട് വരുന്നുണ്ട്. പക്ഷേ അതിന് മുമ്പ് തന്നെ മാർക്കറ്റ് ഹൈ ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹൈ എടുത്ത് നമുക്ക് ഇവിടെ നിന്ന് മാർക്ക് ചെയ്ത് പോവാം. മാർക്കറ്റ് റീസെൻ്റ് ആയിട്ടുള്ള ഇതൊരു വാലിഡ് ഹൈ ആയി ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. ഓക്കെ, IDM എടുത്തു, വാലിഡ് ഹൈ ആയിട്ട് ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. ഈ ഒരു സ്വിങ്ങിൽ ലാസ്റ്റ് ഓർഡർ ബ്ലോക്ക് ഇതാണ് അല്ലേ? ഇത് ഇൻസൈഡ് ബാർ ആണ്. സോ ഇത് ലാസ്റ്റ് ഓർഡർ ബ്ലോക്ക് അല്ല, ഇതാണ് ലാസ്റ്റ് ഓർഡർ ബ്ലോക്ക്. ഇത് നോക്കി നോക്ക്, മാർക്കറ്റ് ഇതിൻ്റെ ഇൻസൈഡ് ബാർ ആണ് കേട്ടോ. ഇതിൻ്റെ ഉള്ളിലൊരു ക്യാൻഡിലുണ്ട്, ഇത് ഓർഡർ ബ്ലോക്കാണ്. ഇതൊക്കെ ടാപ്ഡാണ്. ഇത് ഒറ്റ വലിയ ക്യാൻഡിലാണ്. സോ ഇതിലൊക്കെ ഓർഡർ ബ്ലോക്ക് ടാപ്ഡാണ്. ഈ ഓർഡർ ബ്ലോക്കിന് ഇത് ടാപ്ഡാണ്. അതിലൊന്ന് ടാപ്പ് ചെയ്തു, മാർക്കറ്റ് വീണ്ടും പോയി ബോസ് ഉണ്ടാക്കി. ഓക്കെ, IDM ഉണ്ടാക്കി. ഈ ഡെയിലുള്ള ലോസ്റ്റ് ഓർഡർ ബ്ലോക്ക് ഇതാണ്. അതിനെ റെസ്പെക്ട് ചെയ്ത് മാർക്കറ്റ് മുകളിലേക്ക് പോയി. വീണ്ടും മാർക്കറ്റ് എന്തുണ്ടാക്കി? ഇവിടെ വീണ്ടും IDM സ്വീപ്പ് തന്നു മാർക്കറ്റ്. ഇതൊരു വാലിഡ് ആയിട്ടുള്ള പുൾ ബാക്കാണ്. ഹൈ ഉണ്ടാക്കുമ്പോൾ അത് സ്വീപ്പാണ്. അതിൻ്റെ താഴെ ക്ലോസ് ഇല്ല. ഒന്നും കൂടിയും ചെറുതാക്കി ഞങ്ങൾക്ക് കാണാൻ പറ്റും. ക്ലോസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ക്ലോസ് ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. ചില എന്താ പറയുക, ഇതിലൊക്കെ ഇത് ഓന്തല്ലേ, ഇത് ചില ആൾക്കാർ അയക്കുന്ന ചാർട്ട് FX മാർക്കറ്റ് ആവണം. അങ്ങനെ ഓരോന്ന് ചെറിയ ഇതുണ്ടാവും. ഇതെന്തായാലും ഒരു സ്വീപ്പായിട്ട് കൺസിഡർ ചെയ്യേണ്ട പോലെയാണ് ഇതിൻ്റെ ക്ലോസ് ഉള്ളൂ. അത്ര വളരെ പോയിൻ്റ് ബൈ പോയിൻ്റ് ആണ്. ഇതിൻ്റെ ലോ എത്രയാണ്? ഇതിൻ്റെ ലോ 43.27 കേട്ടോ. ഓക്കെ, ഇതിൻ്റെ ക്ലോസ് 43.27 കാണുന്നുണ്ടോ? ഇതിൻ്റെ ലോ ക്ലോസ് എന്ന് പറയണത്, അതായത് ഇവിടെ മാർക്കറ്റ് ക്ലോസ് ആയത് 280. 0.02 ആണ് അതിൻ്റെ ഡിഫറൻസ്. അത് ഒരു ക്ലോസ് ആയിട്ടൊന്നും നമുക്ക് കണക്കാക്കാൻ പറ്റില്ല. അതൊക്കെ എന്താ പറയുക, ഒരു സ്പ്രെഡിൻ്റെ ഒരു ഇതുപോലെയാണത്. സോ ഇതൊക്കെ നിങ്ങളുടെ ഭാവിയിൽ നിങ്ങൾ ഇങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ മാർക്കറ്റിൽ ഇതുപോലത്തെ സ്വീപ്പ് കിട്ടുമ്പോൾ അത് സ്വീപ്പാണോ ക്ലോസ് ആണോ അങ്ങനെ കണ്ടമാനൊന്നും ചിന്തിച്ച് പോകണ്ട. ഓക്കെ, ഇതൊരു സ്വീപ്പായിട്ടാണ് ഇപ്പോൾ നമുക്ക് കണക്കാക്കാൻ പറ്റുള്ളൂ.
ഓക്കെ, കാരണം അത്ര ചെറിയൊരു പോയിന്റ് ഡിഫറൻസാണ് വന്നിരിക്കുന്നത്. അത് മാർക്കറ്റിൻ്റെ ഇപ്പോൾ നമ്മുടെ ബ്രോക്കറിനെ വെച്ചിട്ട് അതിൽ വരുന്ന ചെറിയ ചേഞ്ചിന് ക്ലോസ് ചെയ്യുന്ന രീതിയാണ്. ഇത് ശരിക്കും ഒരു ക്ലോസ് ആയിട്ട് കണക്കാൻ പറ്റില്ല. അടുത്ത ക്യാൻഡിൽ അതിൻ്റെ ഉള്ളിലാണ്. ഓക്കെ, അതായത് അതിന് മേലെ തന്നെയാണ് ക്ലോസ് ഉണ്ടായിരിക്കുന്നതും മേലെയാണ്. ക്ലോസ് ആയതിന് ശേഷം അടുത്ത ക്യാൻഡിൽ മാർക്കറ്റ് ഉണ്ടായിരിക്കുന്നത് അതിൻ്റെ മേലെ. സി കണ്ടോ, മാർക്കറ്റിന് സാധാരണ ക്ലോസ് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിന്നല്ലേ മാർക്കറ്റ് ഉണ്ടാവേണ്ടത്. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഉണ്ടായിരിക്കണത്. അതിനർത്ഥം ഇത് അങ്ങനെ തന്നെ നമുക്ക് കണക്കാക്കാൻ പറ്റുള്ളൂ. ഒരു സ്വീപ്പായിട്ടേ കണക്കാക്കാൻ പറ്റുള്ളൂ. ഇങ്ങനെയുള്ളതിലൊന്നും സൂക്ഷ്മമായി നിരീക്ഷിച്ചു പോകേണ്ട ആവശ്യമില്ല. അത് കാണുമ്പോൾ തന്നെ മനസ്സിലാവേണ്ട ഒരു സ്വീപ്പ് പോലെയാണ് മാർക്കറ്റ് ഹാൻഡിൽ ചെയ്തത്. ഇതിൻ്റെ താഴെ ക്ലോസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് വെയിറ്റ് ചെയ്യാം. അടുത്ത ക്യാൻഡിൽ എന്താ ഉണ്ടാവണമെന്ന് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ, സോ ഇതൊരു IDM സംഭവിച്ചു. ഇവിടെ വാലിഡ് ആയിട്ടുള്ള ഒരു ഹൈ ഉണ്ടായി. ഈ വാലിഡ് ആയിട്ടുള്ള ഹൈനെ മാർക്കറ്റ് ക്ലോസ് ചെയ്തു. നമ്മൾ കുറച്ചതും കൊണ്ട് വളരെയധികം കുറഞ്ഞു പോയിട്ടുണ്ട്. ഓക്കെ, മാർക്കറ്റ് ഇവിടെ ക്ലോസ് വന്നു. സോ ഇത് ബോസായി. ഓക്കെ, അപ്പോൾ ഈ ഒരു പോയിൻ്റ് എന്തായി? ഇത് ചോപ്പ് പോയിൻ്റായി. IDM എടുത്തിട്ടുള്ള ഈ ബോസ് ഉണ്ടാക്കാൻ കാരണമായിട്ടുള്ള ഇതിങ്ങനെയല്ല, ഇങ്ങനെയാണ്. ഈ ഒരു ഹൈ ഉണ്ടായതിന് ശേഷമാണ് ബോസിനായി. ചെറിയ മിസ്റ്റേക്സ് മതിയാവും വലിയ അബദ്ധങ്ങൾ സംഭവിക്കാൻ. സി, ഈ ബോസ് സ്വീപ്പാണ്. അപ്പോൾ ബോസ് പോയിന്റ് ഇങ്ങോട്ട് സ്വിച്ചായി. ഇതൊക്കെ ലൈവ് മാർക്കറ്റിൽ കാണാനുണ്ടല്ലോ. നമ്മൾ ബോസ് പോയിന്റ് സ്വിച്ചായി എന്നൊക്കെ പറയുന്നത്. ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത് നോക്കി നോക്കാം. ഈ ഒരു ഹൈ ഉണ്ടായപ്പോൾ മാർക്കറ്റ്, ഇതാണ് റീസെൻ്റ് ആയിട്ടുള്ള പുൾ ബാക്ക്. IDM എടുക്കാൻ ഇത്ര ദൂരമൊന്നും പോകേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇതാണ് IDM. പിന്നെ സ്വീപ്പിൻ്റെ ഒന്നും പ്രശ്നം ഉദിക്കുന്നേയില്ല. സി, ഇതാണ് IDMൻ്റെ താഴെ ക്ലോസ് വന്നു. മാർക്കറ്റ് ഫസ്റ്റ് ഓർഡർ ബ്ലോക്ക് സ്വീപ്പ് തന്നു. ഇതാണ് ഫസ്റ്റ് ഓർഡർ ബ്ലോക്ക്. ഇത് സ്വീപ്പ് ചെയ്തു. താഴെ ക്ലോസ് ഇല്ല, മേലേക്ക് കയറി പോയി. ബോസ് തന്നപ്പോൾ ഇവിടെ ബോസ് പോയിന്റ് സ്വിച്ചാണ്. അതുകൊണ്ട് ഈ പോയിന്റ് അല്ല ബോസ്, ഇത് ഇങ്ങോട്ട് മാറും. ഇതിൻ്റെ മേലെ ക്ലോസ് വന്നവരാണ് ബോസ്. ഇതിൻ്റെ മേലെ ക്ലോസ് വന്നിട്ടുണ്ടോ? അത് ഈ പറഞ്ഞതുപോലെയാണ്, ചെറിയൊരു ക്ലോസാണ്. ഇനിവേ ഒരു ക്ലോസ് വന്ന് ബോസായി. അപ്പോൾ ഈ പോയിന്റ് എന്തായി? ഇത് ചോപ്പ് പോയിൻ്റായി. മാർക്കറ്റ് മുകളിലേക്ക് പോവാണ്. ഇവിടെ ഇതാണ് ഹൈ അല്ലേ? ഇതൊരു ഹൈ. ആ ഹൈ റീസെൻ്റ് ആയിട്ടുള്ള പുൾ ബാക്കുകൾ ഇവിടെ, ഇതാണ് പുൾ ബാക്ക്. സോ IDM സംഭവിച്ചു. വാലിഡ് ലോ ആയി. ഓക്കെ, പിന്നെ മാർക്കറ്റ് എന്താ ഉണ്ടാക്കിയത്? ചേഞ്ച് ഓഫ് ക്യാരക്ടർ ഉണ്ടാക്കി. അതിന് ശേഷം മാർക്കറ്റ് എന്താ ഉണ്ടാക്കിയത്? ഇതിൻ്റെ റീസെൻ്റ് ആയിട്ടുള്ള പുൾ ബാക്ക്. മാർക്കറ്റ് ഇവിടെ ക്ലോസ് വന്നു. ഈ ക്യാൻഡിൽ ക്ലോസ് വന്നു. ഇവിടെ ഒരു ക്യാൻഡിൽ റീസെൻ്റ് പുൾ ബാക്ക് ഉണ്ട്. ഹൈ ഉണ്ടാക്കി. ആ പുൾ ബാക്കിൻ്റെ മേലെ ക്ലോസ് വന്നപ്പോൾ എന്തായി? അത് IDM ആയി. അപ്പോൾ ഇത് വാലിഡ് ആയിട്ടുള്ള ലോ ആയി. ബോസ് പോയിന്റ് ഇങ്ങോട്ട് സ്വിച്ച് ആവട്ടോ, കാരണം ഇത് സ്വീപ്പാണ്. ഈ പോയിന്റ് ഇങ്ങോട്ട് സ്വിച്ചായി. ഇവിടെ ക്ലോസ് വന്നു. സോ ഇവിടെ മാർക്കറ്റ് IDMൻ്റെ മേലെ ക്ലോസ് വന്നിട്ടുണ്ട്. ഓക്കെ, IDMൻ്റെ മേലെ സ്വീപ്പ് ചെയ്തു. ഇത് ഇവിടുന്ന് നെക്സ്റ്റ് ഡേ ആണ് തോന്നുന്നു. ഒരു ഗ്യാപ്പ് വന്നിട്ടുണ്ടല്ലോ. 2:15 2:20 PM അല്ല, അടുത്ത ഡേ ഒന്നുമല്ല. ഓക്കെ, IDMന് ശേഷം ബോസ് വീണ്ടും താഴത്ത് വന്ന് ഒരു ലോ ക്രിയേറ്റ് ചെയ്ത്
ഇവിടെ പുൾ ബാക്കുകളില്ല. അടുത്തൊരു ലോ ക്രിയേറ്റ് ചെയ്ത് ഇത് പുൾ ബാക്കായിട്ട് കൺസിഡർ ചെയ്യാം. IDM. സോ പിന്നെ ബോസ് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല മാർക്കറ്റ്. ഇത് ബോസ് പോയിൻ്റാണ്. നേരെ മാർക്കറ്റ് എന്ത് ചെയ്തു, മുകളിലേക്ക് പോയിട്ട് ഈ ബോസ് ഉണ്ടാക്കിയതിൻ്റെ ഈ പോയിൻറ്റിനെ ബോസ് ഉണ്ടാക്കുമ്പോൾ ഉണ്ടായിരുന്ന ഇതാണ് ചേഞ്ച് ഓഫ് ക്യാരക്ടറിൻ്റെ പോയിൻ്റ്. ലാസ്റ്റ് ലോ ഇതിൻ്റെ മാർക്കറ്റ് ക്രോസ് ചെയ്ത് ക്ലോസ് വന്നു. അപ്പോൾ എന്തായി, ഇത് ചേഞ്ച് ഓഫ് ക്യാരക്ടറായി. വീണ്ടും മാർക്കറ്റ് ഇവിടെ ഒരു പുൾ ബാക്ക് ഉണ്ട്. ഇത് ഇൻസൈഡ് ബാർ ആണോ? അല്ല, ഇതൊരു ഇൻസൈഡ് ബാർ അല്ല. അതുകൊണ്ട് തന്നെ ഇവിടെ IDM സംഭവിച്ചു, ഇവിടെ ബോസും സംഭവിച്ചു, മുകളിലേക്ക് പോവുകയാണ്. IDM സീപ്പാണ്. ഈ ക്യാൻഡിൽസ് പിന്നെ ഇതിൻ്റെ ഉള്ളിലാണ് ഉണ്ടായിരിക്കുന്നത്. ക്യാൻഡിൽസിൻ്റെ താഴെ കിട്ടുമ്പോഴാണ് പിന്നെ IDM ക്ലോസ് എന്ന് പറയാൻ പറ്റുള്ളൂ. ഈ ക്യാൻഡിലുകളുടെ വിക്ക് ഉണ്ടാകുമ്പോഴുള്ളൊരു പ്രത്യേകതയാണ് അത് എപ്പോഴും മനസ്സിലാക്കുക. ഓക്കെ, ഇതെന്തായാലും IDM തന്ന IDMൻ്റെ ഫസ്റ്റ് ഓർഡർ ബ്ലോക്കിനെ റെസ്പെക്ട് ചെയ്തിട്ടാണ് ഈ മാർക്കറ്റ് കയറി പോയിരിക്കുന്നത്. എല്ലാ ട്രേഡും കിട്ടും എന്നും എല്ലാ ട്രേഡും ശരിയാവും, അയ്യോ ഒരു അബദ്ധമായല്ലോ, എല്ലാ ട്രേഡും ശരിയാവും എന്നൊന്നും ഒരിക്കലും വിചാരിക്കേണ്ട. അങ്ങനത്തെ പരിപാടിയൊന്നും ഇവിടെ ഇല്ല. ഇവിടെ നമ്മൾ ട്രേഡ് ചെയ്യുന്നതിൽ മോസ്റ്റ്ലി ട്രേഡ് നമ്മുടെ ശരിയായിട്ടുണ്ടാവും, ഗ്യാരണ്ടിയാണ്. മോസ്റ്റ്ലി നിങ്ങൾ പൈസ ഉണ്ടാക്കിയിട്ടുണ്ടാവും. 1:3 ഒക്കെ നിങ്ങൾക്ക് പുട്ടുപോലെ കിട്ടാൻ തുടങ്ങും. സോ ഒന്ന് ശ്രദ്ധിക്കുക, ഒന്ന് പഠിക്കും, മെനക്കെട്. ഇതൊക്കെ നിങ്ങൾക്ക് മാർക്ക് ചെയ്ത് വെച്ച് കിടന്നുറങ്ങിക്കൂടെ? എന്തിനാ വലിയതായിട്ട് ഇതിൻ്റെ മുമ്പിൽ തന്നെ ഇത് ടെൻഷൻ അടിക്കണം? പൈസ മുമ്പ് പോകുന്ന കാണുമ്പോൾ നമുക്ക് ടെൻഷൻ ഉണ്ടാവുള്ളൂ. പൈസ അവിടെ ചെയ്ത് വെച്ചിട്ട് അത് വന്നില്ല എന്നറിയാം. നിങ്ങളുടെ വർക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ സ്റ്റോപ്പ് ലോസ് എങ്കിൽ സ്റ്റോപ്പ് ലോസ്, ടാർഗറ്റ് എങ്കിൽ ടാർഗറ്റ് അടിച്ച് പൈസ കിട്ടുമല്ലോ. 1:3 റിസ്ക് റിവാർഡ് എടുത്താൽ മതി. ഇത് നോക്കി നോക്കൂ, ഫസ്റ്റ് ഓർഡർ ബ്ലോക്കിനെ റെസ്പെക്ട് ചെയ്ത് മാർക്കറ്റ് കയറിപ്പോയിക്കണം. ഓക്കെ, ഇനി ഇവിടെ ബോസ് സംഭവിച്ചു, മാർക്കറ്റ് മുകളിലേക്ക് പോയി. ഇത് ഇൻസൈഡ് ബാറാണ്, ഇത് പുൾ ബാക്കായിട്ട് കണക്കാക്കില്ല, ഇതും പുൾ ബാക്കായിട്ട് കണക്കാക്കില്ല, ഇത് പുൾ ബാക്കായിട്ട് കണക്കാക്കില്ല. സോ ഇതൊന്നും എടുത്തത് കൊണ്ട് IDM ആണെന്ന് വിചാരിച്ചിട്ട് തെറ്റിദ്ധരിക്കാൻ നിൽക്കരുത്. ഇവിടെ ഒന്നും ട്രേഡ് ഇല്ല, മനസ്സിലായോ? ഇവിടെ ഇത് നെക്സ്റ്റ് ഹൈ അല്ല, അതുകൊണ്ട് ഇതും പുൾ ബാക്ക് അല്ല. ഇതൊക്കെ മനസ്സിലാവുണ്ടല്ലോ അല്ലേ? കണ്ടോ, ഈ ഹൈ എടുത്തിട്ടില്ല മാർക്കറ്റ്. ഇതൊക്കെ ഇൻസൈഡ് ബാറുകളാണ്. സോ അവിടെ ഒന്നും പോയി ട്രേഡ് ചെയ്യാൻ നിന്നിട്ട് പൈസ പോയി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇതാണൊരു ഹൈ. അപ്പോൾ ഇതൊരു ഹൈ ആകുമ്പോൾ ഇതൊരു വാലിഡ് പുൾ ബാക്കായി. അതപ്പോൾ IDM സംഭവിച്ചു. IDM അങ്ങനെ IDM സംഭവിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ബോസായി. ഇത് ബോസായി. IDM സംഭവിച്ചു, ബോസായി. അപ്പോൾ ഇതെന്തായി, ഇത് ചോക്ക് പോയിൻ്റ് ആയിട്ടുണ്ടാവും. സോറി, യെസ്, ഇത് ചോക്കായി. ചോക്ക് പോയിൻ്റ് ഇവിടെ നിന്ന് സ്വിച്ചായി. ഇത് സ്വീപ്പായപ്പോൾ ഇവിടെ നിന്ന് സ്വിച്ചായി ഇങ്ങോട്ട് വന്നു. ഇവിടെയാണ് കേട്ടോ ചോക്ക് പോയിൻ്റ് സംഭവിക്കുന്നത്. തിരിച്ച് താഴത്തേക്ക് ഇറങ്ങി വരിക ചെയ്തത്. ഇതിനൊന്നും റെസ്പെക്റ്റ് ചെയ്തില്ല. മാർക്കറ്റ് ഇവിടെ ബോസ് ഉണ്ടാക്കി, ഇതിൻ്റെ ഹൈയിൽ പോയി. ഇവിടെ IDM, ഇതാണ് IDM പോയിൻ്റ്. ഇതാണ് IDM പോയിൻ്റ്. ലാസ്റ്റ് ഈ IDMനെ സ്വീപ്പ് ചെയ്തിട്ടുണ്ട്. IDM ഉണ്ടാക്കി, അതിന് ശേഷം ബോസും ഉണ്ടാക്കി, ചോക്കും ഉണ്ടാക്കി. ഇവിടെ IDM ഉണ്ടാക്കി. സോ ഇതിപ്പോൾ ഇങ്ങനെയാണ്. ഇനിയിപ്പോൾ ഇതിന് മാർക്ക് ചെയ്ത് പോവുകയാണെങ്കിൽ ഇനിയും കുറേ മാർക്ക് ചെയ്യാനുണ്ട്.
ഒരു കാര്യം ചെയ്യും, ബാക്കി നിങ്ങൾ മാർക്ക് ചെയ്യും. ഓക്കെ, എങ്ങനെ ഉണ്ടായ എങ്ങനെ പോയെന്നുള്ളതൊക്കെ. എന്നിട്ട് ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യും. ഞാൻ പറഞ്ഞല്ലോ ഗോൾഡ് ഇപ്പോൾ ഇത്ര ഇരുന്ന് ഞാൻ ചെയ്തെന്ന്, ഇനി ബാക്കി നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യും. ഓക്കെ, എന്തൊക്കെയാണ് സംഭവിച്ചത്, എങ്ങനെയാണ് ഉണ്ടായത് എന്നുള്ളത് ഇതുപോലെ മാർക്ക് ചെയ്ത് പോവുക. എന്നിട്ട് നിങ്ങൾക്ക് എത്ര ട്രേഡുകൾ കിട്ടുമായിരുന്നു എന്നുള്ളത് നോക്കുക. സോ ഇതിലൊരു കാര്യം ഞാൻ പറഞ്ഞു തരേണ്ടതുണ്ട്. ട്രേഡിനെ കുറിച്ചിട്ട് IDM സംഭവിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫസ്റ്റ് ഓർഡർ ബ്ലോക്ക് അല്ലെങ്കിൽ ലാസ്റ്റ് ഓർഡർ ബ്ലോക്ക്, അതിപ്പോൾ ഞാൻ ഇവിടെ തന്നെ പറഞ്ഞു പോയിട്ടുണ്ട്. മാർക്കറ്റ് ഡയഗ്രത്തിൽ കാണിച്ചു തരാം. മാർക്കറ്റ് ഇവിടെ നിന്ന് കയറി പോവുകയാണ്. IDM ബോസ് മനസ്സിലാവുണ്ടാവല്ലോ അല്ലേ? ബോസ്, ഇത് ചോക്ക് പോയിൻ്റ്, ഇത് ബോസ് പോയിൻ്റ് ആയിരുന്നു. ബോസ് സംഭവിച്ചു. ശേഷം വീണ്ടും മാർക്കറ്റ് മുകളിലേക്ക് പോയി IDM എടുത്തു. IDM എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ IDM സ്വീപ്പ് ആണെങ്കിൽ ബോസ് വരെയാണ് ടാർഗറ്റ്. സോ ബോസ് വരെ ടാർഗറ്റ് ഉണ്ടെങ്കിൽ ലാസ്റ്റ് ഓർഡർ ബ്ലോക്ക് വരെ ടാർഗറ്റ് വെച്ചാൽ മതി. ഇനി അല്ലെങ്കിൽ ഇതിന് ഓർഡർ ബ്ലോക്കുകൾ നമുക്ക് വരയ്യാം. FEGയോട് കൂടിയിട്ടുള്ള എല്ലാ ക്യാൻഡിലും ഓർഡർ ബ്ലോക്കാണ്. അത് ഫസ്റ്റ് മനസ്സിലാക്കുക. ടാപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ, FEG ടാപ്പ് ചെയ്തോട്ടെ, ഓർഡർ ബ്ലോക്ക് ടാപ്പ് ചെയ്തില്ലെങ്കിൽ. സോ ഇതൊരു ഓർഡർ ബ്ലോക്കാണെന്ന് വരയ്യാം. ഇവിടെയും ഒരു ഓർഡർ ബ്ലോക്ക് FEG ഉണ്ട്. ഒരു ക്യാൻഡിലിൻ്റെ മുകളിൽ FEG ഉണ്ട്. അത് FEG ടാപ്പ് ആയിക്കോട്ടെ, ഓർഡർ ബ്ലോക്ക് ടാപ്പ് അല്ലെങ്കിൽ വാലിഡാണ്. ഇവിടെയും ഒരു ഓർഡർ ബ്ലോക്ക് ഉണ്ട്. സോ മാർക്കറ്റ് പിന്നെ റെസ്പെക്റ്റ് ചെയ്യുക. ഈ ഓർഡർ ബ്ലോക്കിൻ്റെ താഴത്തേക്ക് മാർക്കറ്റ് ഒന്നില്ലെങ്കിൽ ഈ IDM സ്വീപ്പ് ആണെന്നുണ്ടെങ്കിൽ ബോസ് വരെ എന്ന് പറഞ്ഞു. ഇത് ടാപ്പ് ആണെങ്കിൽ ബോസ് വരെ, അതായത് ഈ പറഞ്ഞതുപോലെ തന്നെ നെക്സ്റ്റ് അല്ലെങ്കിൽ പിന്നെ ഇതിൽ നിന്ന് ട്രേഡ് പ്ലാൻ ചെയ്യരുത്. ഇതിൻ്റെ താഴെ ക്ലോസ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ട്രേഡ് പ്ലാൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ട്രാപ്പ് ആവും. ഇത് ലിക്വിഡിറ്റി എടുക്കുകയേ ചെയ്യുള്ളൂ. ഇവിടെ നിന്ന് ട്രേഡ് പ്ലാൻ ചെയ്യാം. അതും ബോസിൻ്റെ വരെയാണ് ട്രേഡ്. ഓക്കെ, ലാസ്റ്റ് ഓർഡർ ബ്ലോക്കിൻ്റെ ട്രേഡും ഇവിടെയുള്ള ഓർഡർ ബ്ലോക്ക് വരെയാണ്. ഇനി അല്ല, ഇത് ബോസ് ചോക്ക് സ്വീപ്പ് ആണെങ്കിലും ഇവിടെ വരെയാണ് ട്രേഡ്. ഓക്കെ, ഇവിടെയുള്ള ബോസ് സംഭവിക്കും എന്നുള്ള ട്രേഡ് പ്ലാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബയാസ് അറിയണം. തൽക്കാലം ഇവിടെ ഇതിൻ്റെ FEG വരെയോ ഓർഡർ ബ്ലോക്ക് വരെയോ ട്രേഡ് എടുക്കാം. ക്ലിയർ? ഇത് ഒന്ന് ശ്രദ്ധിക്കുക. ഒന്നും കൂടി മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്നും കൂടി ബാക്കപ്പ് പോയിട്ട് വീണ്ടും കാണുക, എന്നിട്ട് പഠിക്കുക. സോ മൈ ഡിയർ സിഗ്നേച്ചേഴ്സ്, മൈ ഡിയർ ലെജൻസ്, അപ്കമിങ് ലെജൻസ്, സോ പഠിക്കുക. ഇതൊക്കെ നടക്കും. ബില്യനെയർ ആവുമെന്നൊന്നും ഞാൻ പറയുന്നില്ല, മില്യനെയറൊക്കെ ആവാം. ഓക്കെ, അതൊന്നൊരു മാറ്ററേ അല്ല. സോ ഇതൊക്കെ എനിക്ക് പറഞ്ഞുതരാൻ പറ്റും. ഞാൻ വോയിസിൽ പറഞ്ഞിരുന്നു, നമ്മളോടാണ് യുദ്ധം ചെയ്യുന്നത്, നമ്മളുടെ ജീനിനെയാണ് നമ്മൾ മാറ്റുന്നത്, നമ്മളുടെ അച്ചടക്കമാണ് നമ്മൾ ബിൽഡ് ചെയ്യുന്നത്. നമ്മളെന്നുള്ളൊരു ഒരു മനുഷ്യനാവുകയാണ്. അത് മനസ്സിനെ അനുസരിക്കുന്ന ഒരു മനസ്സിൻ്റെ ശിഷ്യനാവുകയാണ് നമ്മൾ. അവരവരെ ബിൽഡ് ചെയ്യാണ്. സോ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട്, നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ബൈ. ഇനി നമ്മൾ ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്യുക, നെക്സ്റ്റ് ഏത് ടൈപ്പ് വീഡിയോ വേണം, എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്, അതിനനുസരിച്ച് നമ്മൾ ചെയ്യും. ഓക്കെ, ബൈ.